രാജ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതിനായി ജോയൽ അച്ചാച്ചനെ ക്ഷണിക്കുന്നു. പിതാവേ, ഇന്ത്യ മഹാരാജ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിങ്ങളെ പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെ ദൈവമേശ്വരന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. നല്ല രീതിയിൽ ഭരണം ചെയ്യാൻ വേണ്ടി കൃപ കൊടുത്തേക്കാൻ നന്ദി പറയുന്നവർ ദൈവം. അതുപോലെ എല്ലാ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനും എല്ലാ കേന്ദ്രമന്ത്രിമാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ ദൈവം. ക്യാബിനറ്റ് അങ്ങനെ മാസത്താൽ പൊതിഞ്ഞിരിക്കാൻ നന്ദി പറയുന്നവർ ദൈവം. നിങ്ങൾ ഡിഫൻസ് മേഖലയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മിലിറ്ററി ഓഫീസർമാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നടികളെ കാർഷിക മേഖല, ആരോഗ്യ മേഖല, സാമ്പത്തിക മേഖല എല്ലാം അതിൽ വർക്ക് ചെയ്യുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ നടികളെ കേരള സംസ്ഥാനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കേരള സംസ്ഥാനത്തിൽ 14 ജില്ലകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ നടികൾ മുഖ്യമന്ത്രി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഹമന്ത്രിമാരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ ദൈവം. ഭരണം ചെയ്യാൻ വേണ്ടി ദൈവം ഞാനും ഭരിച്ചെല്ലാം കൊടുത്തിരിക്കാൻ നന്ദി പറയുന്നവർ ദൈവം. കേരളത്തിലെ എല്ലാ ജനങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ ദൈവം. അതുപോലെ അടികൾ സ്വർഗീയ സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അടികളെ തങ്കുകളെ തോമസ് കുട്ടിയാങ്കളിനെ വിനയകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ ദൈവം. അതുപോലെ തന്നെ എല്ലാ ഗവർണർ സംഘടനകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ എല്ലാ ശുശ്രൂഷകരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ ദൈവം. വിശേഷാധികമായി വൈക്കണ്ടേജസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ DP അയക്കുന്ന വിനോദത്തിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ ദൈവം. വൈക്കണ്ടേജസിലെ എല്ലാ ശുശ്രൂഷകന്മാരും എല്ലാ ശുശ്രൂഷകന്മാരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ ദൈവം. അതുപോലെ 800 കോടി ലക്ഷ്യത്തിലേക്ക് അടിയങ്ങളെ നിർത്തിയിരിക്കാൻ നന്ദി പറയുന്നവർ ദൈവം. ഇന്ത്യയുടെ 800 കോടി ജനങ്ങളെ നേടുന്ന ദൈവം നിർത്തിയിരിക്കാൻ നന്ദി പറയുന്നു. ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്നവർ ദൈവം. എല്ലാ ഡിഗ്രി ജീവിച്ച ക്രിസ്ത്യസ്നാഥനെ ആമേൻ. ജോയൽ അച്ചാച്ച കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും നമുക്ക് കർത്താവ് എന്ന വാഗ്ദത്ത വചനം ഏറ്റു പറയാം. വാഗ്ദത്തം വചനം പറയുന്നതിനായി ഇമ്മാനുവലിനെ ക്ഷണിക്കുന്നു. യേശുവിന്റെ സ്നേഹം നമ്മളിൽ ഏറി വർദ്ധിക്കട്ടെ. നമുക്ക് ഇന്നത്തെ വാഗ്ദത്ത വചനം വായിക്കാം. സങ്കീർത്തനം 21. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുണ്ടുണ്ടായില്ല. പശ്ചാപ്പുൽപ്പുറം ഇമ്മാനുവലിനെ കിടത്തുന്നു, സ്വസ്ഥമുള്ള വെള്ളത്തിനരികിലേക്ക് ഇമ്മാനുവലിനെ നടത്തുന്നു. ഇമ്മാനുവലിന്റെ പ്രാണനെ യേശു തണുപ്പിക്കുന്നു. നീ താഴെ കൂടെ നടന്നാലും ഞാനൊരാൾക്കും ഭയപ്പെടുകയില്ല. ഇമ്മാനുവലിനൊരാൾക്കും ഭയപ്പെടുകയില്ല. യേശു ഇമ്മാനുവലിനോട് കൂടി ഇരിക്കുന്നു. യേശുവിന്റെ വടിയും കോലും ഇമ്മാനുവലിനെ ആശ്വസിപ്പിക്കുന്നു. ഇമ്മാനുവലിനെ ശത്രുക്കൾ കാണുകയും ഇമ്മാനുവലിന് വിരുന്നൊരുക്കുന്നു. ഇമ്മാനുവലിന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. ഇമ്മാനുവലിന്റെ നന്മയും കരുണയും ഇമ്മാനുവലിന്റെ ആയുഷ്കാലമൊക്കെയും പിന്തുടരും. ഇമ്മാനുവൽ യേശുവിന്റെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ആമേൻ. യെശയ്യാ 62:1, 2, 3 വാക്യങ്ങൾ. ഇമ്മാനുവലിന് വേണ്ടി യേശു മിണ്ടാതിരിക്കില്ല. ഇമ്മാനുവലിന് വേണ്ടി യേശു അടങ്ങിയിരിക്കുകയില്ല. ഇമ്മാനുവലിന്റെ നീതി പ്രകാശം പോലെയും ഇമ്മാനുവലിന്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങി വരുവോളം തന്നെ. ആമേൻ. ജാതികൾ ഇമ്മാനുവലിന്റെ നീതിയെയും സകല രാജാക്കന്മാർ ഇമ്മാനുവലിന്റെ മഹത്വത്തെയും കാണും. ഇമ്മാനുവൽ ഇമ്മാനുവലിന്റെ വായ കൽപ്പിക്കുന്ന പുതിയ പേർ ഇമ്മാനുവലിന് വിളിക്കപ്പെടും. യേശുവിന്റെ കയ്യിൽ ഇമ്മാനുവൽ ഭംഗിയുള്ള കിരീടവും ഇമ്മാനുവൽ യേശുവിന്റെ കയ്യിൽ രാജാമുടിയുമായിരിക്കും. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 3:28 വാക്യം. യേശു ഇമ്മാനുവലിനെ അനുഗ്രഹിച്ച് ഇമ്മാനുവൽ സന്താന പുഷ്ടിയുള്ളവനായി പെരുകി ഭൂമിയിൽ നിറഞ്ഞു അതിനെ അടക്കി വാഴും. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 1:8 വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് ഇമ്മാനുവലിന്റെ മേൽ വന്നു. ഇമ്മാനുവലിന് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം ഇമ്മാനുവൽ യേശുവിന്റെ സാക്ഷിയാകുന്നു. ആമേൻ. 1 കൊരിന്ത്യർ 1:5-6 വാക്യങ്ങൾ. ക്രിസ്തുവിന്റെ സാക്ഷ്യം ഇമ്മാനുവലിൽ ഉറപ്പായിരിക്കുന്നത് പോലെ യേശുവിൽ ഇമ്മാനുവലിന്റെ സകലത്തിലും വിശേഷാൽ സകല വചനത്താലും സകല പരിജ്ഞാനത്താലും ഇമ്മാനുവൽ സമ്പന്നനായി തീർന്നിരിക്കുന്നു. ആമേൻ. ആവർത്തന പുസ്തകം 8:12. ഇമ്മാനുവൽ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അതിൽ പാർക്കും. ഇമ്മാനുവലിന്റെ ആടുമാളുകൾ പെരുകി ഇമ്മാനുവലിന്റെ വെള്ളിയും പൊന്നും ഏറി ഇമ്മാനുവലിനുള്ളതൊക്കെയും പെരുകേറി വർദ്ധിക്കും. ആമേൻ. ഈ വചനങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഇമ്മാനുവലെ. കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുക. നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ആരാധന ലീഡ് ചെയ്യുന്നതിനായി സുബ്രാച്ചാച്ചനെ ക്ഷണിക്കുന്നു. അലയ ബ്ലോസം ജീസസ് ഈ പെരിയേറ് ദിവസത്തിൽ കർത്താവിനെ ആരാധിക്കാം. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, ദിനവും യേശുവിന്റെ കൂടെ,
ദിനവും യേശുവിന്റെ ചാരേ പിരിയാൻ കഴിയില്ലെനിക്ക്. പ്രിയനേ യേശുനാഥ, പിരിയാൻ കഴിയില്ലെനിക്ക്. പ്രിയനേ യേശുനാഥ, സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, അങ്ങേ പോലൊരു ദൈവമില്ല. ഉള്ളം കാങ്ങി ഞാൻ നേടുന്നേ. അല്ലയാ സ്തോത്രം. മഹത്വവും പുത്രഞ്ഞു മഹിമയും പുത്രഞ്ഞു ദൈവ സാന്നിധ്യം എന്നുള്ളിൽ ഇറങ്ങിയപ്പോ. മഹത്വവും പുത്രഞ്ഞു മഹിമയും പുത്രഞ്ഞു ദൈവ സാന്നിധ്യം എന്നുള്ളിൽ ഇറങ്ങിയപ്പോ. അഗ്നി കൊണ്ട് എന്റെ ഉള്ളഞ്ഞു ദൈവ സാന്നിധ്യത്താൽ ഭാരങ്ങൾ മാറിയിടുന്നു. അഗ്നി കൊണ്ട് എന്റെ ഉള്ളം ജ്വലിച്ചിടുന്നു. ദൈവ സാന്നിധ്യത്താൽ ഭാരങ്ങൾ മാറിയിടുന്നു. മഹത്വത്തിൻ കുടക്കീഴ് ഞാനിരുന്നു, അതിൽ അത്ഭുതത്തിൻ പൂക്കൾ പൂത്തുലഞ്ഞു. മഹത്വത്തിൻ കുടക്കീഴ് ഞാനിരുന്നു, അതിൽ അത്ഭുതത്തിൻ പൂക്കൾ പൂത്തുലഞ്ഞു. മഹത്വവും പുത്തുലഞ്ഞു മഹിമയും പുത്തുലഞ്ഞു ദൈവ സാന്നിധ്യം എന്നുള്ളിൽ ഇറങ്ങിയപ്പോ. മഹത്വവും പുത്തുലഞ്ഞു മഹിമ പുത്തുലഞ്ഞു ദൈവ സാന്നിധ്യം എന്നുള്ളിൽ ഇറങ്ങിയപ്പോ. അഗ്നി കൊണ്ട് എന്റെ ഉള്ളം ജ്വലിച്ചിടുന്നു. ദൈവ സാന്നിധ്യത്താൽ ഭാരങ്ങൾ മാറിയിടുന്നു. അഗ്നി കൊണ്ട് എന്റെ ഉള്ളം ജ്വലിച്ചിടുന്നു. ദൈവ സാന്നിധ്യത്താൽ ഭാരങ്ങൾ മാറിയിടുന്നു. വിടുതൽ പൂത്തുലഞ്ഞു ദൈവസഭയ്ക്കായി, വീരപ്രവർത്തികൾ പൂത്തുലഞ്ഞു ദൈവമക്കൾക്കായി. വിടുതൽ പൂത്തുലഞ്ഞു ദൈവസഭയ്ക്കായി, വീര്യപ്രവർത്തികൾ പൂത്തുലഞ്ഞു ദൈവമക്കൾക്കായി. മഹത്വം പൂത്തുലഞ്ഞു മഹിമയും പൂത്തുലഞ്ഞു ദൈവ സാന്നിധ്യം എന്നുള്ളിൽ ഇറങ്ങിയപ്പോ. മഹത്വവും പൂത്തുലഞ്ഞു മഹിമയും പൂത്തുലഞ്ഞു ദൈവ സാന്നിധ്യം എന്നു ഇറങ്ങിയപ്പോൾ. അഗ്നി കൊണ്ട് എന്റെ ഉള്ളം ജ്വലിച്ചിടുന്നു. ദൈവ സാന്നിധ്യത്താൽ ഭാരങ്ങൾ മാറിയിടുന്നു. അഗ്നി കൊണ്ട് എന്റെ ഉള്ളം ജ്വലിച്ചിടുന്നു. ദൈവ സാന്നിധ്യത്താൽ ഭാരങ്ങൾ മാറിയിടുന്നു. മരുഭൂമിയെയും വസന്തമാക്കി, യേശു ചെങ്കടലിനെയും പിളർന്നു മാറ്റി. മരുഭൂമിയെയും വസന്തമാക്കി, യേശു ചെങ്കടലിനെ പിളർന്നു മാറ്റി. മഹത്വം പുത്തുലഞ്ഞു മഹിമയും പുത്തുലഞ്ഞു ദൈവ സാന്നിധ്യം ഇറങ്ങിയപ്പോ. മഹത്വവും പുത്തുലഞ്ഞു പൂത്തുലഞ്ഞു ദൈവ സാന്നിധ്യം എന്നുള്ളിൽ ഇറങ്ങിയപ്പോൾ. അഗ്നി കൊണ്ട് എന്റെ ഉള്ളം ജ്വലിച്ചിടും. ദൈവ സാന്നിധ്യത്താൽ ഭാരങ്ങൾ മാറിയിടുന്നു. അഗ്നി കൊണ്ട് എന്റെ ഉള്ളം ജ്വലിച്ചിടുന്നു. ദൈവ സാന്നിധ്യത്താൽ ഭാരങ്ങൾ മാറിയിടുന്നു. വേര് വേണ്ടായി, കൊമ്പിന് വെള്ളം വേണ്ടായി, മണ്ണ് വേണ്ടായി, കൊമ്പിന് മഴയും വേണ്ടായി. വേര് വേണ്ടായി, കൊമ്പിന് വെള്ളം വേണ്ടായി, മണ്ണ് വേണ്ടായി, കൊമ്പിന് മഴയും വേണ്ടായി. സാന്നിധ്യം മാത്രം മതി ഞാൻ പൂത്തുലഞ്ഞിടുവാൻ. എന്റെ യേശു മാത്രം മതി ഞാൻ ഫലം കായ്ച്ചിടുവാൻ. അവൻ സാന്നിധ്യം മാത്രം മതി ഞാൻ തിടുവാൻ. അഴുമേ ഉള്ളം അതനെ വാഴ്ത്തിടുമേ. വേര് വേണ്ടായി, കൊമ്പിന് വെള്ളം വേണ്ടായി, മണ്ണ് വേണ്ടായി, കൊമ്പിന് മഴയും വേണ്ടായി. വേര് വേണ്ടായി, കൊമ്പിന് വെള്ളം വേണ്ടായി, മണ്ണ് വേണ്ടായി, കൊമ്പിന് മഴയും വേണ്ടായി. ചെങ്കടൽ മാറിയിടുന്നേ മോശയിൻ വടിയതിനാ. മിരിയാം പാടിയിടുന്നേ അത്ഭുതം കണ്ടതിനാ. ചെങ്കടൽ മാറിയിടുന്നേ മോശയിൻ വടിയതിനാ. മിരിയാം പാടിയിടുന്നേ അത്ഭുതം കണ്ടതിനാ. വേര് വേണ്ടായി, കൊമ്പിന് വെള്ളം വേണ്ടായി, മണ്ണ് വേണ്ടായി, കൊമ്പിന് മഴയും വേണ്ടായി. വേര് വേണ്ടായി, കൊമ്പിന് വെള്ളം വേണ്ടായി,
മണ്ണ് വേണ്ടായേ കൊമ്പിന് മഴയും വേണ്ടായേ പടകു നിറഞ്ഞിടുന്നേ യേശുവിൻ വാക്കതിനാ വിരുന്നൊരുക്കിയിടുന്നേ തൃപ്തനാക്കിയിടുന്നേ പടകുരുക്കിയിടുന്നേ യേശുവിൻ വാക്കതിനാ മിരിയാം പാടിയിടുന്നേ അത്ഭുതം കണ്ടതിനാ വേര് വേണ്ടായേ കൊമ്പിന് വെള്ളം വേണ്ടായേ മണ്ണ് വേണ്ടായേ കൊമ്പിന് മഴയും വേണ്ടായേ വേര് വേണ്ടായേ കൊമ്പിന് വെള്ളം വേണ്ടായേ മണ്ണ് വേണ്ടായേ മഴയും വേണ്ടായേ വേര് വേണ്ടായേ കൊമ്പിന് വെള്ളം വേണ്ടായേ മണ്ണ് വേണ്ടായേ കൊമ്പിന് മഴയും വേണ്ടായേ വേര് വേണ്ടായേ കൊമ്പിന് വെള്ളം വേണ്ടായേ മണ്ണ് വേണ്ട കൊമ്പിന് മഴയും വേണ്ടായേ ഇത് ആത്മാവാകുന്നു ഇത് ആത്മാവാകുന്നു പരിശുദ്ധ ആത്മാവാകുന്നു ഇത് ആത്മാവാകുന്നു ഇത് ആത്മാവാകുന്നു പരിശുദ്ധ ആത്മാവാകുന്നു സ്വർണ്ണച്ചിറകുകൾ എന്നെ തട്ടി നീങ്ങി ഞാനൊന്നിതാ നോക്കി കണ്ടു അഗ്നി കണ്ണുകൾ സ്വർണ്ണച്ചിറകുകൾ എന്നെ തട്ടി നീങ്ങി ഞാനൊന്നിതാ നോക്കി കണ്ടു അഗ്നി കണ്ണുകൾ ഇത് ആത്മാവാകുന്നു ഇത് ആത്മാവാകുന്നു പരിശുദ്ധ ആത്മാവാകുന്നു ഇത് ആത്മാവാകുന്നു ഇത് ആത്മാവാകുന്നു ശുദ്ധാത്മാവാകുന്നു സ്വർണ്ണച്ചിറകുകൾ എന്നെ തട്ടി നീങ്ങി ഞാനൊന്നിതാ നോക്കി കണ്ടു അഗ്നി കണ്ണുകൾ സ്വർണ്ണച്ചിറകുകൾ എന്നെ തട്ടി നീങ്ങി ഞാനൊന്നിതാ നോക്കി കണ്ടു അഗ്നി കണ്ണുകൾ ആത്മാവാകുന്നു ഇത് ആത്മാവാകുന്നു പരിശുദ്ധ ആത്മാവാകുന്നു ഇത് 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 ആത്മാവാകുന്നു ആത്മാവാകുന്നു പരിശുദ്ധ ആത്മാവാകുന്നു ഇത് ആത്മാവാകുന്നു ഇത് ആത്മാവാകുന്നു പരിശുദ്ധ ആത്മാവാകുന്നു ഇത് ആത്മാവാകുന്നു ഇത് ആത്മാവാകുന്നു ശുദ്ധ ആത്മാവാകുന്നു സ്വർണ്ണച്ചിറകുകൾ എന്നെ തട്ടി നീങ്ങി ഞാനൊന്നിതാ നോക്കി കണ്ടു അഗ്നി കണ്ണുകൾ സ്വർണ്ണച്ചിറകുകൾ എന്നെ തട്ടി നീങ്ങി ഞാനൊന്നിതാ നോക്കി കണ്ടു അഗ്നി കണ്ണുകൾ ആത്മാവാകുന്നു ഇത് ആത്മാവാകുന്നു പരിശുദ്ധ ആത്മാവാകുന്നു ഇത് 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 ആത്മാവാകുന്നു ഇത് ആത്മാവാകുന്നു ഇത് ആത്മാവാകും ഇത് ആത്മാവാകുന്നു പരിശുദ്ധ ആത്മാവാകുന്നു ജഗരന്തേരി ധാരി ധാരി ഭവാൻ ചന്ദലമലവരേക്ഷകരന്തേരി ധാരി വാരി ഭവാനാരി വച്ചന്ദലമലവരേക്ഷകരന്തേരി വാരി വാരി ഭവാൻ ചന്ദലമലവരേക്ഷകരന്തേരി ധാരി ഭവാനാരി വച്ചന്ദരി വീരി വീരി വാരി വാരി. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു സുരമോനെ, താങ്ക് യു എവരിവൺ. കർത്താവ് എല്ലാവരെയും, എല്ലാ അപ്പോസ്തലന്മാരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം നിങ്ങൾ ഓരോരുത്തരെയും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ കർത്താവിൽ നമ്മെ വഴി നടത്തുകയും കർത്താവിൽ നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രിയ തങ്കുപ്രദന്റെ സ്നേഹവന്ദനത്തെയും അന്വേഷണങ്ങളെയും അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വൈക്കം ഡയോസിന്റെ DP ആയിരിക്കുന്ന പ്രിയ വിനോ ബ്രദർ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് തുടർന്നുള്ള നിമിഷങ്ങളിൽ വൻ കാര്യങ്ങളെ നമ്മുടെ മധ്യത്തിൽ ചെയ്യും. വൈക്കം ഡയോസിന്റെ പ്രഭാത ആരാധനയിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ സ്വന്തം ഡയോസിലേക്ക്, ഓരോ ദിവസവും പെരുകിയേറി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഡയോസിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഹല്ലേലൂയ. കർത്താവ് വലിയ കാര്യങ്ങളെ ഇന്ന് നമ്മുടെ മധ്യത്തിൽ ചെയ്യും. ഇന്ന് നമ്മുടെ മധ്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനവുമായി ജോയിൻ ചെയ്തിരിക്കുന്ന വൈക്കം സഭയിലെ അനുഗ്രഹിക്കപ്പെട്ട TNT ആയിരിക്കുന്ന പ്രിയ അനന്തു ബ്രദറാണ്. ഹല്ലേലൂയ. ഇന്ന് പ്രിയ മകനുടെ കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യും. ഓവർ ടു അനന്തു ബ്രദർ. ഹല്ലേലൂയ. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ ആത്മീയ പിതാവായ തങ്കുബ്രദന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ വൈക്കം ഡയോസിന്റെ DP ആയിരിക്കുന്ന വിനോദ് നമ്മളോട് കൂടെ ഉണ്ടല്ലോ. അതിനായി സ്തോത്രം. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. ഇന്നും പെരുകിയേറി വർദ്ധിക്കുന്ന ഈ പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും
സ്വാഗതം. ആമേൻ. ഇതൊരു അത്ഭുതത്തിന്റെ ദിവസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരു വചനഭാഗം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. ദൈവവചനം പരന്നു. യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. ഹല്ലേലൂയ. നമ്മള് ഇന്ന് രാവിലെ ഞാൻ കർത്താവിനോട് കൂടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അകത്ത് പറഞ്ഞൊരു കാര്യമാണ്, ദൈവവചനത്തിൽ എവിടെ എടുത്തു നോക്കിയാലും ഏത് കാര്യത്തിൽ എടുത്തു നോക്കിയാലും ദൈവം പ്രവർത്തിക്കുന്ന ഏരിയയിൽ, കർത്താവ് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം ഒരു പെരുകലുണ്ട്, ഒരു പെരുപ്പമുണ്ട്, അവിടെ ഒരു വർധനവുണ്ട്. ഏത് കാര്യം എടുത്തു നോക്കിക്കോ, കർത്താവ് പ്രവർത്തിച്ച എല്ലായിടത്തും പെരുകിയിട്ടേ ഉള്ളൂ. ഇവിടെ പറയുക ശിഷ്യന്മാർ പെരുകി, അവിടെ ദൈവവചനം പെരുകി, കൃപ പെരുകി, അത്യന്തം വർദ്ധിച്ചു. കർത്താവ് തൊട്ട എല്ലാ കാര്യത്തിന്റെ മേൽ അവിടെ ഒരു പെരുപ്പം ഉണ്ടായിരുന്നു. ഏത് കാര്യമായിക്കോട്ടെ, മനുഷ്യർ തൊട്ട കാര്യമല്ല, കർത്താവ് പ്രവർത്തിച്ച എല്ലായിടത്തും ഒരു പെരുപ്പം ഉണ്ടായിരുന്നു. ദൈവവചനം ഇവിടെ എടുത്തു പറയുക, ദൈവവചനം പരന്നു. താഴ്ത്തു പറയും ശിഷ്യന്മാർ അത്യന്തം പെരുകി യെരുശലേമിൽ. ഇന്ന് ഈ വൈക്കൻ ഡയോസിസിന്റെ മേലും രാവിലെ ഈ പ്രഭാതത്തിൽ തന്നെ ഒരു കർത്താവ് പറയുന്ന ഒരു ദൂത, ശിഷ്യന്മാരുടെ കാര്യത്തിൽ പെരുകും, ശുശ്രൂഷകർ പെരുകും, ആത്മാക്കൾ പെരുകും, സഭകളിൽ ആത്മാക്കൾ കയറാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇവിടെ പറയുക കർത്താവ് വന്ന സ്ഥലത്ത് ജനം ഏറുകയാൽ കർത്താവിനവിടെ നിൽക്കുവാൻ കഴിഞ്ഞില്ല. ഇതാ സംഭവിക്കാൻ പോകുന്നത്, ആത്മാക്കൾ പെരുകുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അകത്ത് കർത്താവ് പറഞ്ഞൊരു പേര് ഉഷ എന്നൊരു പേര് കർത്താവ് കാണിച്ചു. ഉഷ എന്നൊരു പേര് കർത്താവ് കാണിച്ചു. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. അവരുടെ ജീവിതത്തിലെ സാമ്പത്തിക നിലപാട് മാറാൻ പോവുകയാണ്, അവസ്ഥകൾ മാറാൻ പോവുക. ഉഷ എന്നൊരു പേര് കർത്താവ് കാണിച്ചു. ഹല്ലേലൂയ. അതുപോലെ നെഞ്ചില് ഗ്യാസ് ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന, ഫുഡ് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പുളിച്ച് തികട്ടലുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർ കർത്താവ് സൗഖ്യമാക്കുക, പുളിച്ച് തികട്ടലുള്ളവര്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ പറയുക കൃപ അത്യന്തം വർദ്ധിച്ചു. അവിടെ ശുശ്രൂഷയിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഏതൊരു കാര്യമായിക്കോട്ടെ, അവിടെ നോക്കുമ്പോ അത്യന്തം വർദ്ധിച്ചു എന്നാ പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ കണ്ടിട്ടുണ്ട്, ഞായറാഴ്ചകൾ നമ്മൾ ആരാധിക്കാൻ വരുമ്പോ നമ്മൾ വർഷിപ്പ് ചെയ്യുന്നത് മാത്രമല്ല ഒരു ആരാധന. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ബസ് കയറി വന്ന് ആരാധിച്ചിട്ട് പോകുന്നവരുണ്ട്. അതും ഒരു ആരാധനയാണ്. ഹല്ലേലൂയ. ചിലപ്പോ ഇല്ലാത്ത പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി ആരാധന വന്ന് കൂടിയിട്ട് പോകുന്നവരുണ്ട്. അതും ഒരു ആരാധനയാണ്, കർത്താവിനോടുള്ള ഒരു സ്നേഹത്തിൽ ചെയ്യുന്നതാ. ഹല്ലേലൂയ. ഇന്ന് അതുപോലുള്ള മനസ്സുള്ള ഒരുപാട് പേരാണ് തിരുപ്പുണ്ട്. കർത്താവിന് വേണ്ടി വില കൊടുത്തവർ ഒരുപാട് പേരുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലാണ് കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകുന്നത്. കർത്താവിന് വേണ്ടി വില കൊടുത്ത ഒരുപാട് പേരുണ്ട്. നിങ്ങൾ ഓടിയതും നടന്നതും എല്ലാം കർത്താവ് കാണുന്നുണ്ടായിരുന്നു. ഇന്നലകളിൽ നിങ്ങളുടെ റൂമിനകത്ത് നിങ്ങൾ കയറി ഇരുന്ന് നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞതും നിങ്ങൾ പ്രാർത്ഥിച്ചതെല്ലാം കർത്താവ് കാണുന്നുണ്ടായിരുന്നു. അത്ഭുതകരമായ രീതിയിൽ കർത്താവ് ഈ ദിവസങ്ങൾ നിങ്ങൾ നടത്താൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറയുക ദൈവവചനം അത്യന്തം പരന്നു. യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും വൈകി. വൈക്കൻ ഡയോസിസിന്റെ മേലും ഇതുതാ സംഭവിക്കാൻ പോകുന്നത്. ശിഷ്യന്മാരുടെ എണ്ണം പെരുകാൻ പോവുകയാണ്. അത് പെരുകി ഏറി വർദ്ധിക്കാൻ പോവുകയാണ്. അത് ഇതിലേറ്റവും TNDസിനെയാണ് കർത്താവ് ശക്തമായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോവുക ഈ ദിവസങ്ങളിൽ. ഇതിനകത്തുനിന്ന് ചിലർ എഴുന്നേക്കുക. നിങ്ങൾക്ക് ഈ രാജ്യങ്ങളിലേക്ക് വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാതിലുകൾ തുറക്കുന്നതായി കർത്താവ് കാണിച്ചു. ഇതുവരെയും ചിന്തിക്കാത്തവർക്ക് വേണ്ടി വാതിലുകൾ തുറക്കുക. ഇതെല്ലാം ഒരു കർത്താവായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലായിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരിക്കലും ഞാൻ എന്റെ റൂമിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആദ്യകാല വിശ്വാസത്തിൽ വന്ന കാലഘട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ റൂമിനകത്തേക്ക് എയർ കയറി വരാനുള്ള ഒരു ഗ്യാപ്പ് പോലും ഇല്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നോക്കുമ്പോൾ എന്റെ ബൈബിളും ടൈം ലോൺ ചെയ്യുന്ന ഡയറിയും മാത്രം ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുക. കുറച്ചു നേരം കഴിഞ്ഞപ്പം നിങ്ങൾ നോക്കണം, എന്റെ റൂമിനകത്തേക്ക് എയർ കയറി വരത്തില്ല. അതുപോലെ സൈലന്റ് ആയിട്ട് കിടക്കുക. ശകലം പോലും ഞാൻ ഊതിയ മാത്രമേ ഉള്ളൂ ശ്വാസം വരത്തുള്ളൂ. അല്ലാണ്ട് വേറെ എയർ വരാൻ ഒരു ഗ്യാപ്പും ഇല്ല. എല്ലാ ജനലും അടച്ചിരിക്കുക. ഞാൻ നോക്കുമ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോ എന്റെ ഡയറിയുടെ താളുകൾ പതുക്കെ ഇങ്ങനെ അനങ്ങാൻ തുടങ്ങി. അതായത് എന്റെ റൂമിനകത്തേക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഒരു എയർ കയറി വന്നു. ഹല്ലേലൂയ. ജനലുകൾ തുറന്നിട്ടില്ല, ഒന്നും തുറന്നിട്ടില്ല, വെന്റിലേഷൻ വഴി വരാൻ ഒരു വഴിയുമില്ല. നോക്കുമ്പോ പതിയെ താളുകൾ തുറന്നു. പിന്നെ ഞാൻ നോക്കുമ്പോ മുടിയുടെ ഇവിടെ പതുക്കെ ഒരു കാറ്റടിക്കുന്നു. ഞാൻ പറയാം അതുപോലെ ഒരു കാറ്റ് ഇന്ന് ഓരോരുത്തരുടെയും ഭവനങ്ങളിലുണ്ട്.
ആ കർത്താവ് നിങ്ങളുടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. ചിലർ വിചാരിക്കുന്നുണ്ട് അവൻ ഇതൊന്നും അല്ല, നിങ്ങളിപ്പോ കാണുന്നതോ കണ്ടുകൊണ്ടിരിക്കുന്നതോ അല്ല, ഇത് പോകുന്നത് ഹല്ലേലൂയ, ഈ ദർശനം അത്രയ്ക്കും വലുതാ. ഇതകത്ത് പതിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ആർക്കും ഇരിക്കാൻ പറ്റത്തില്ല. 800 കോടി എന്ന് പറയാൻ നേരത്ത് ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും ഒന്ന് ചിന്തിച്ച് നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ പിക്ചറൈസ് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ ഇമാജിൻ ചെയ്യുന്നത്, ചിത്രീകരിക്കുന്നത് എങ്ങനെയായിരിക്കും നിങ്ങളുടെ അകത്ത് 800 കോടി എന്ന് പറയുമ്പോൾ? ഇന്ന് ലോകത്തിന്റെ എല്ലാ സാക്ഷരതയും വെച്ച് നോക്കുമ്പോൾ 800 കോടി തികഞ്ഞിരിക്കുക. കാരണം നമ്മൾ അതിനകത്തേക്ക് ഓടിയെത്താൻ വേണ്ടി പോകുന്നത്. അതുപോലൊരു ദർശനത്തിന്റെ മുമ്പിൽ നമ്മൾ നിർത്തിയിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, 800 കോടി എന്ന് പറയാൻ നേരത്ത് നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ ഇമാജിൻ ചെയ്യാൻ പോകുന്നത്? 800 കോടി എന്ന് പറയാൻ നേരത്ത് ഞാൻ ഈ ഭൂലോകം മുഴുവൻ കാണേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ നോക്കുമ്പോൾ ഫ്ലെക്സുകളിലും ചെറിയ റോക്കറ്റുകളിലും എല്ലാത്തിലും 8 ബില്യൺ എന്നുള്ള കൊടുക്കുമ്പോൾ വേൾഡ് മാപ്പാ കൊടുത്തിരിക്കുന്നത്. വേൾഡ് മാപ്പ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. കാരണം ഞാൻ 800 കോടി കാണണമെങ്കിൽ ഈ മാപ്പിലേക്ക് നോക്കിയാൽ മതി. അതായത് ഈ ഭൂമി മുഴുവനും യേശുവിന്റെ നാമത്തിൽ ഹെവൻലി വിഷ് റീച്ച് ചെയ്യേണ്ടതാണ്. ഹല്ലേലൂയ. ഈ ഭൂമി മുഴുവനും അത്രയ്ക്കും വലിയൊരു ദർശനത്തിൽ നമ്മളെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ ഒരു ഡയസ് കൊണ്ട് നിൽക്കുന്നതല്ല, ഇത് പെരുകുവാൻ പോവുകയാണ്. അത്രയ്ക്കും വലുതായി പെരുകാൻ പോവുകയാണ്. എണ്ണത്തിൽ പെരുകും, കൃപയിൽ പെരുകും, സാമ്പത്തികമായി പെരുകും. നിങ്ങൾ വിചാരിക്കുന്ന എല്ലാ മേഖലകളിലും, നിങ്ങൾ ആഗ്രഹിക്കാൻ നനയ്ക്കാത്ത എല്ലാ മേഖലകളിലും അത്യന്തം പെരുകാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ അത് കാണും. നിങ്ങൾ തൊടുന്നതല്ല നിങ്ങൾ സാധിക്കും. നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. നിങ്ങൾ ഉപേക്ഷിച്ചിട്ട കാര്യങ്ങൾ പോലും ഈ ദിവസങ്ങളിൽ കർത്താവ് എടുത്തുകൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിക്കും. നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് പോയ കാര്യങ്ങൾ, നിങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ വേണ്ടാന്ന് ഇട്ടിട്ട് പോയ കാര്യങ്ങൾ, നിങ്ങൾക്ക് സാധിക്കാൻ പറ്റാതെ പോയ കാര്യങ്ങളെ കർത്താവ് എടുത്തുകൊണ്ട് വരും. നിങ്ങൾ മറന്നുപോയ കാര്യങ്ങൾ വരെയും കർത്താവ് എടുത്തുകൊണ്ട് വന്ന് ഈ ദിവസങ്ങളിൽ അത്ഭുതമാക്കി കാണിക്കും. നിങ്ങൾ വിട്ടുകളഞ്ഞ കാര്യങ്ങളുണ്ട് കഴിഞ്ഞ നാളുകളിൽ, പക്ഷെ കർത്താവ് അത് എടുത്തുകൊണ്ട് വരിക. നിങ്ങൾ വേണ്ട എന്ന് വെച്ച കാര്യങ്ങളിൽ കർത്താവ് എടുത്തുകൊണ്ട് വരും. ആമേൻ. നിങ്ങൾ വിട്ടുകളഞ്ഞ ആ എല്ലാം ആഗ്രഹിച്ച സകല കാര്യങ്ങളും കർത്താവ് സാധിച്ചു തരും ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. കാരണം അറിയാം, നമ്മുടെ ഹൃദയത്തിൽ അറിയാം, പ്രാർത്ഥിക്കുമ്പോൾ പോലും ഈ ദിവസങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ 1-2 ആഴ്ചകൾക്കിടയിലായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേക ഒരു മൂവ്മെന്റ് കാണുക. ദൈവത്തിന്റെ വചനം പറയാം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ യെരുശലേം, യഹൂദ്യ, ഓരോ സ്ഥലങ്ങളിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് രാജ്യങ്ങളിലേക്ക് പോകുന്ന പറയാം. ഇതിനർത്ഥം ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുന്ന ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യഹൂദ്യ, ശമരിയ ഇങ്ങനെ നിങ്ങൾ പോകുന്ന പറഞ്ഞത്. കാരണം ഭൂമിയുടെ അറ്റത്തോളം പോകുന്ന പറഞ്ഞ. ഇതിന്റെ അർത്ഥം ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുന്ന ആത്മാവാ. എന്റെ കൂടെ ഇരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുന്ന ആത്മാവാ. ഞാനൊരു സ്റ്റെപ്പ് വെക്കുകയാണെങ്കിൽ കർത്താവ് 10 സ്റ്റെപ്പ് വെക്കാൻ റെഡി ആയിട്ടിരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുന്ന ആത്മാവാ. അതാ കാണിക്കുന്നത് ഭൂമിയുടെ അറ്റത്തോളം പോകുന്നു. കാരണം എന്റെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റെപ്പ് വെക്കാൻ ഞാൻ തയ്യാറായതുകൊണ്ട് ഒരു മനോഭാവം, എന്റെ മനോഭാവത്തിൽ വലിയ കാര്യമുണ്ട്. എന്റെ മനോഭാവം എവിടെ ചേഞ്ച് ആകുന്നു അവിടെ തുടങ്ങുക എല്ലാ കാര്യങ്ങളും. എന്റെ മനോഭാവം ചേഞ്ച് ആകുന്ന സ്ഥലത്ത് സകലതും തുടങ്ങുക. ഹല്ലേലൂയ. എന്റെ മനസ്സിന്റെ ചിന്തകളൊന്ന് മാറുന്ന സ്ഥലത്തുനിന്ന് സകലതും തുടങ്ങുക. ഹല്ലേലൂയ. നമുക്ക് ഒരു വചനം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികള് അതിന്റെ 6:7 തൊട്ട് താഴത്തേക്കൊന്ന് വായിക്കും. ദൈവവചനം പരന്നു. യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. അനന്തരം സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ലിബർത്തീനർ എന്നു പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സാന്ദ്രിയക്കാരിലും കിലിക്യ, ആസ്യ എന്ന ദേശക്കാരിലും ചിലർ എഴുന്നേറ്റു സ്തെഫാനോസിനോട് തർക്കിച്ചു. എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ഞാൻ ഈ വചനം പല പ്രാവശ്യവും വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഞാൻ കണ്ടൊരു കാര്യം, അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല.
ഇതൊരു ജ്ഞാനം കൊണ്ട് മാത്രം നിൽക്കുന്ന കാര്യമായിരുന്നെങ്കിൽ ഏതൊരു വ്യക്തിക്കും അത് പറയാറുന്നു. പക്ഷെ അവിടെ പറയുക ആത്മാവോടും. എന്റെ അറിവ് കൊണ്ട് മാത്രമല്ലായിരുന്നു, അവിടെ പറയുക ആത്മാവോടും, ജ്ഞാനത്തോടും ആത്മാവോടും. അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആത്മാവ് ദൈവത്തിന്റെ ആത്മാവായിരുന്നു. അവന്റെ ജ്ഞാനം കൊണ്ട് മാത്രമല്ലായിരുന്നു, അവിടെ ആത്മാവിന്റെ ശക്തിയും ഉണ്ടായിരുന്നു. അവർക്കതിനെ എതിർക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അവർക്കതിനെ എതിർത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാണുക വെള്ളമില്ലാത്ത ചില കിണറുകൾ, അതിൽ വെള്ളം നിറഞ്ഞു വരുന്നത് കാണുക. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കണ്ടതാ, വെള്ളമില്ല, ചിലവരുടെ കിണറ്റിൽ വെള്ളമില്ല, ഒട്ടുമില്ല. പക്ഷെ അവരുടെ കിണറ്റിൽ വെള്ളം നിറഞ്ഞിങ്ങനെ പൊങ്ങി വരുക. അതിങ്ങനെ എന്താ പറയണ്ടേ, അതിന്റെ അരഞ്ഞാണങ്ങൾ ഇങ്ങനെ നിറഞ്ഞ് പൊക്കം വരെയും വെള്ളം ഇങ്ങനെ നിറഞ്ഞൊഴുകുക. ഒട്ടും വെള്ളമില്ലാത്ത കിണറുകളിൽ വെള്ളം ഇങ്ങനെ വന്ന് നിറയുക. വെള്ളമില്ല എന്നുള്ള പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ട് പലരോടും പറഞ്ഞു. പക്ഷെ വെള്ളം ഇങ്ങനെ നിറയുന്നത് ഞാനിപ്പോ കാണുന്നു. ഹല്ലേലൂയ. വെള്ളം വന്നിങ്ങനെ നിറയുക. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. പരിശുദ്ധാത്മാവ് എല്ലാത്തിലും കയറി ഇടപെടും. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും കർത്താവ് ഇടപെടും. എല്ലാ കാര്യത്തിലും ആദ്യം പറയുന്നത് കർത്താവായിരിക്കും. ഹല്ലേലൂയ. ഇവിടെ പറയാം ജ്ഞാനത്തോടും ആത്മാവോടും. ഇതേ സെയിം ആത്മാവ് നിങ്ങളോട് കൂടെ തന്നെ ഉണ്ട്. ഹല്ലേലൂയ. ഇതേ സെയിം ആത്മാവ് നിങ്ങളോട് കൂടെയുള്ള, സ്റ്റെഫാനസിനോട് കൂടെ ഉണ്ടായിരുന്ന അതേ ആത്മാവ് തന്നെ എന്നോട് കൂടെയുള്ളത്, നിങ്ങളോടും കൂടെയുള്ളത്. പറയുക ജ്ഞാനത്തോടും ആത്മാവോടും. എന്തായിരിക്കും അവർ സംസാരിച്ചത്? പരിശുദ്ധാത്മാവ് പറഞ്ഞ ജ്ഞാനം, ദൈവത്തിലുള്ള ജ്ഞാനം, ദൈവത്തിലുള്ള പരിജ്ഞാനം, അതായിരുന്നു സ്റ്റെഫാനോസിന്റെ മേൽ കണ്ടത്. ഹല്ലേലൂയ. ഇന്നും ഈ ഡയസിലുള്ള ഓരോരുത്തരുടെ മേലും ഇത് തന്നെയുള്ളത്. ഹല്ലേലൂയ. അവിടെ പറയുക ഈ ആത്മാവോട് കൂടെ, ആത്മാവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം, ദൈവത്തിന്റെ ആത്മാവുമായിട്ടുള്ള എന്റെ വ്യക്തിപരമായ ബന്ധം, ഇതിലെ സകലത് ഉടലെടുക്കുന്നത്. ഹല്ലേലൂയ. ആ വചനത്തിൽ പറയുക, ഒന്ന് താഴത്തേക്ക് വായിക്കോ അതിന്റെ. എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അവർ ചില പുരുഷന്മാരെ വശത്താക്കി, ഇവൻ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. ജനത്തെയും മൂപ്പന്മാരെയും ശാസ്ത്രിമാരെയും ഇളക്കി. അവന്റെ നേരെ ചെന്ന് അവനെ പിടിച്ചു ന്യായാധിപ സംഘത്തിൽ കൊണ്ടുപോയി കള്ളസാക്ഷികളെ നിർത്തി. ഈ മനുഷ്യൻ വിശുദ്ധ സ്ഥലത്തിനും ന്യായപ്രമാണത്തിനും വിരോധമായി ഇടവിടാതെ സംസാരിച്ചു വരുന്നു. ആ നസ്രാനായ യേശു ഈ സ്ഥലം നശിപ്പിച്ച് മോശെ നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയും എന്ന് അവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി. അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. ഹല്ലേലൂയ. ഒരു പ്രശ്നത്തിന്റെ നടുവിലും നിന്റെ മുഖം തിളങ്ങി തന്നെ നിൽക്കും. ഹല്ലേലൂയ. ഒരു പ്രശ്നം വരുമ്പോ കാണാം നിന്റെ അകത്തിരിക്കുന്ന അഭിഷേകം എന്താണ്. എന്തെങ്കിലും നീ അതിനെ ഓവർകം ചെയ്യുമ്പോൾ കാണാം നിന്റെ അകത്ത് ക്രിസ്തു ഇരിക്കുന്നത്. ഒരു പ്രശ്നം വരുമ്പോ കാണാം നീ അതിനെ ഓവർകം ചെയ്യുന്നത്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞ, തിമോഥെയോസ് നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു, അവന്റെ സാക്ഷ്യം മുറുകെ പിടിച്ചവനായിരുന്നു. ഇന്ന് ചിലർ വീടിന്റെ അകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ലൊരു ശുശ്രൂഷയ്ക്കായി ആഗ്രഹിക്കുന്നവരുണ്ട്. ഞാൻ പറയാം, തിമോഥെയോസ് നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. മിഷണറി ആയിരുന്ന പൗലോസ് പരിശുദ്ധാത്മാവ് അയച്ചിട്ട് അവിടെ വന്നു. ഇന്ന് വീടിന്റെ അകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരെ നിങ്ങളെ തേടി മിഷണറിമാർ വരും. നിങ്ങളെ പൊക്കി എടുത്തുകൊണ്ട് പോകും ശുശ്രൂഷയ്ക്കായിട്ട്. വന്ന് നിങ്ങളെ എടുത്തുകൊണ്ട് പോകും. നിങ്ങൾ ചിന്തിക്കാത്ത സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ ശുശ്രൂഷയ്ക്ക് കർത്താവ് അയക്കും. കാരണം തിമോഥെയോസ് തന്റെ സാക്ഷ്യം മുറുകെ പിടിച്ചു. നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. ഹല്ലേലൂയ. മിഷണറിമാർ നിങ്ങളെ തേടിയെത്തും. ശുശ്രൂഷയ്ക്കായിട്ട് നിങ്ങളെ വന്ന് വിളിക്കും, രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ. ശുശ്രൂഷയ്ക്കായിട്ട് നിങ്ങളുടെ വീടുകളെ തിരക്കി വരും, നിങ്ങളുടെ അഡ്രസ്സ് തപ്പി വരും. ആ അനുഗ്രഹത്തിന്റെ അല്ല ഞാൻ പറയുന്നത്, അതിന്റെ മേലുള്ളതാ പറയുന്നത്. നിങ്ങളുടെ വീടുകളിൽ തിരക്കി വരും, ദൈവിക ശുശ്രൂഷയ്ക്കായി നിങ്ങളെ തെരഞ്ഞെടുക്കും. പല ശുശ്രൂഷകൾ, പ്രമുഖരായ ശുശ്രൂഷകർ നിങ്ങളെ തേടി വരും. നിങ്ങളുടെ പേരുകൾ തേടി വന്ന്, നിങ്ങളുടെ അഡ്രസ്സുകൾ തേടി വന്ന് നിങ്ങളെ ശുശ്രൂഷയ്ക്കായിട്ട് കൊണ്ടുപോകും. ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ കാണാം നിങ്ങളുടെ അകത്തിരിക്കുന്ന അഭിഷേകം എന്താണെന്ന്. നിങ്ങൾ അതിനെ ഓവർകം ചെയ്യുന്നത് കാണാം. നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ കാണാം നിങ്ങളുടെ അകത്തുനിന്ന് അഭിഷേകം എഴുന്നേക്കുന്നത് കാണാം, നിങ്ങളെ ഉപദേശിക്കുന്നത് കാണാം. ഹല്ലേലൂയ. ഒരു പ്രശ്നം വരുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുന്നത്, ക്രിസ്തുവിലുള്ളവൻ എപ്പോഴും തന്റെ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യും. അവൻ ഒന്നിലും നിൽക്കത്തില്ല. ഹല്ലേലൂയ. അവനൊന്നിലും തടഞ്ഞു നിൽക്കത്തില്ല. അവിടെ ഒരു ഒഴുക്കുണ്ടാവും. ഈ ദിവസങ്ങളിൽ അതാ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ഒരു ഒഴുക്കുണ്ടാവും, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ഒഴുക്കുണ്ടാവും, ദിവസങ്ങളിൽ നിങ്ങൾ സ്റ്റെപ്പ് വെക്കുന്ന ഓരോ കാര്യങ്ങളിലും ഒരു ഒഴുക്കുണ്ടാവും. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു ആ കാര്യങ്ങളിൽ ഒരു ഒഴുക്കുണ്ടാവും. കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് പോപ്കോണില്ലേ, പോപ്കോൺ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എത്ര പേരുണ്ട് ഇതിനകത്ത്? പോപ്കോൺ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു ചെറിയ പാക്കറ്റില്ല അല്ലേ? അപ്പോ ചെറിയ കടല പോലെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പാക്കറ്റ് മേടിക്കുന്ന ചെറിയ കടല പോലെയാ. ചിലപ്പോ അത് ഒരു പാക്കറ്റ് ഇത്ര ഉണ്ടെങ്കിൽ
അതിന്റെ ഇത്രയും ഭാഗം കാറ്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, താഴത്തൊരു ഇച്ചിരി കടല പോലെ ഉണ്ടാവുള്ളൂ അല്ലേ? പക്ഷെ ചൂട് തട്ടിക്കഴിയുമ്പോ, ഈ കടലക്കകത്ത് ചൂട് തട്ടിക്കഴിയുമ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിനകത്ത് ചൂട് തട്ടിക്കഴിയുമ്പോ ഇത്രയേ ഉള്ളെങ്കിലും പക്ഷെ അതിങ്ങനെ പെരുപ്പം നിമിത്തം അതിങ്ങനെ വീർത്ത് വീർത്ത് ഇത്ര ഉള്ള കൂടിനകത്ത് അത് മുഴുവൻ നിറയും. ഇത്രയും വലിയൊരു ബോക്സ് ആണെങ്കിൽ ഇച്ചിരി കടല ഉള്ളെങ്കിലും അതിന്റെ ചൂട് തട്ടുമ്പോൾ ആ പോപ്കോൺ അത് വന്ന് ഇങ്ങനെ നിറഞ്ഞ് അതിൽ പെരുപ്പം നിമിത്തം അത് മുഴുവൻ വന്ന് നിറയും. അതുപോലെ ഈ ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് പോപ്കോൺ പെരുകുന്നത് പോലെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ പൊട്ടുവാൻ തുടങ്ങും. ഓരോ സ്ഥലങ്ങളിൽ ഓരോരോ സ്ഥലങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ ഇങ്ങനെ പൊട്ടുവാൻ തുടങ്ങും. അത് വന്ന് ഇങ്ങനെ നിറയും. അതിന്റെ പെരുപ്പം നിമിത്തം ആർക്കും താങ്ങാൻ കഴിയത്തില്ല. സകല കാര്യങ്ങളുടെ മേൽ അതുപോലെ പെരുപ്പം വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന സകല കാര്യങ്ങളുടെ മേൽ അതുപോലെ പെരുപ്പം വരാൻ പോവാ. സാമ്പത്തികമായി പോപ്കോൺ പെരുകുന്നത് പോലെ അവനിങ്ങനെ പൊട്ടുവാൻ തുടങ്ങും ഓരോ സ്ഥലങ്ങളിൽ. ചൂട് നിമിത്തം, ഞാൻ പറയട്ടെ, ചൂട് നിമിത്തമാ. പരിശുദ്ധാത്മാവെന്ന ചൂട് വന്ന് നിങ്ങളെ തട്ടുമ്പോ, ഹല്ലേലൂയ, ഈ പ്രഭാതത്തിലും പറയുക, നിങ്ങൾ പരിശുദ്ധാത്മാവെന്ന ചൂട് നിങ്ങളുടെ മേൽ തട്ടുമ്പോ ഓരോ സ്ഥലങ്ങളിലും പോപ്കോൺ പൊട്ടുന്ന പോലെ പൊട്ടുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടോ, ഓരോ ദിവസങ്ങൾ എണ്ണി എണ്ണി നോക്കിക്കോ, പൊട്ടുവാൻ തുടങ്ങും. എല്ലാം ഓരോ ദിവസവും തീയായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ ദിവസവും തീയായിരിക്കും. അതുപോലെ ചിലവരുടെ പ്രാർത്ഥന വിഷയങ്ങളുടെ മേലെ ഈ ദിവസങ്ങളിൽ കർത്താവ് അത്ഭുതം ചെയ്യുക. വൃക്ക രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട്. വൃക്ക രോഗത്തിന് വേണ്ടി അത് കർത്താവ് സൗഖ്യമാക്കുക. ഹല്ലേലൂയ. വൃക്ക രോഗത്തിന് വേണ്ടി. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ വചനം എടുക്കാൻ തന്ന ഈ സമയത്തിനെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. എന്ന് എന്ത് പറഞ്ഞുകൊണ്ടിരുന്നപ്പം യൂറോപ്പിൽ നമ്മുടെ ബഹുളൊക്കെ അത് ഇടുകയും ചെയ്തു. പോപ്കോൺ റിവൈവൽ, പോപ്കോൺ പൊട്ടുന്നത് പോലെ റിവൈവലുകൾ ഉണ്ടാകുമെന്ന് സ്തോത്രം പറഞ്ഞ വാഗ്ദത്തമൊക്കെ കേൾക്കുന്ന ദൂതം നമുക്ക് ഏറ്റെടുക്കാം. പരിശുദ്ധാത്മാവ് പെരിയേറി വർദ്ധിക്കുന്നു. ശിഷ്യന്മാരുടെ എണ്ണത്തിൽ പെരിയേറി വർദ്ധിക്കുന്നു. സ്തോത്രം. മാത്രമല്ല പരിശുദ്ധാത്മാവ് നമുക്കറിയാം ഈ നാളുകളിൽ വ്യക്തിപരമായി ഓരോ ഭവനങ്ങളിൽ നമ്മൾ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ, സ്തോത്രം, അതാണല്ലോ. സ്തോത്രം. ബുക്ക് കിട്ടുന്നു, സ്ലൈഡ് കിട്ടുന്നു, സ്തോത്രം, യൂണിഫോം, കാണാതെ പോയ യൂണിഫോം, ചെലവ് കാർഡ്, ഇതെല്ലാം നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ വസിക്കുന്നതിനേക്കാളും റിയൽ ആയിട്ടൊരാണ്. സ്വപ്നം. സാധാരണ വിശ്വാസികള് വെള്ളിയാഴ്ചയിലെ ഞായറാഴ്ച സഭായോഗത്തിന് ചെല്ലുമ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതും ആത്മാവിനെ കുറിച്ചൊക്കെ കൂടുതൽ ചിന്തിക്കുന്നു. പക്ഷെ ഇന്ന് കർത്താവിന്റെ കരുണയായി പരിശുദ്ധാത്മാവിന്റെ സ്വന്തം പരിശുദ്ധാത്മാ ഓരോ വീട്ടിലും കയറി ഇറങ്ങാം. വ്യക്തിപരമായ ഓരോരുത്തരെയും കൂടെ നടക്കുക. ആളുകളിൽ സ്തോത്രം. അതുകൊണ്ട് ആ പോപ്കോൺ റിവൈവൽ ഓരോ സഭകളിലും അത് വർദ്ധിക്കട്ടെ. ഓരോ വ്യക്തികളും ഒരു പോപ്കോണായിട്ട് പെരിയേറി വർദ്ധിക്കട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവ് അനന്തപുരം പറഞ്ഞ ദൂതകൾക്കായിട്ട് കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അത് നമുക്ക് ഏറ്റെടുക്കാം. ഇനിയും അതുപോലെ തന്നെ കിണറുകളിൽ വെള്ളം കയറി വരുന്നു. ചെറിയ ദിവസങ്ങളിൽ ഒത്തിരി പേര് വെള്ളത്തിന് ആവശ്യത്തിരിക്കുന്നവരുണ്ടെന്ന് അത്ഭുതം നടക്കട്ടെ. അവിടെയെല്ലാം വെള്ളം നിറഞ്ഞു. കഴിഞ്ഞ ദിവസം ജോലി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എന്തുമാത്രം കുറഞ്ഞു വന്നോ അതിന്റെ ഇരട്ടിയായിട്ട് ആളുകൾ വെള്ളം കയറും. അതുപോലെ കയറി വരട്ടെ. സ്തോത്രം. അതുപോലെ തന്നെ സ്തോത്രം നല്ല സാക്ഷ്യത്തെ മുറുകെ പിടിക്കുന്ന കർത്താവിനോടും സഭയോടും ദൈവദാസന്മാരോടും വിശ്വസ്തയോടെ നിൽക്കുന്ന തിമോത്തിമാരെ വീട്ടിൽ അന്വേഷിച്ചു വരും. സ്തോത്രം. ഹല്ലേലൂയ. മിഷണറി യാത്രകൾക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഏറ്റെടുക്കാം. കർത്താവിന് നന്ദി പറയാം. അനന്തര ശക്തമായിട്ട് കർത്താവ് ഉപയോഗിച്ചല്ലോ. സ്തോത്രം. പ്രാർത്ഥന ആവശ്യങ്ങളുള്ളവർക്ക് ഇപ്പം വീട്ടിൽ ഇത് പറയാം. സ്തോത്രം. പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് വീട്ടിൽ ഇത് പറയാം. അതിനുവേണ്ടി അനന്ത പ്രാർത്ഥന ക്രിസ്തുവിനോട് പറയാമേ. പറഞ്ഞു സാധിച്ചു. ബ്ലോസമൻ ജീസസ് ബ്രദറെ, ഇന്നത്തെ അനന്തമോന്റെ ശുശ്രൂഷ ഒത്തിരി അനുഗ്രഹമായിരുന്നു. അപ്പൊ അതുപോലെ ഒത്തിരി പേര് ഇവിടെ ഉണ്ട് ബ്രദറെ. അതിൽ മോനായി ശരിക്കും ഷിജോ, പിന്നെ അമൽ, അങ്ങനെ ഉണ്ണിക്കുട്ടൻ, അപ്പു, അങ്ങനെ കുറെ അധികം പേരുണ്ട്. അവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കണം. എല്ലാം ട്രങ്ക്സിന് അടിമപ്പെട്ട കുഞ്ഞുങ്ങളാണ്. അവർക്ക് എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്?
എല്ലാരും ഡ്രഗ്സിനൊക്കെ അടിമപ്പെട്ട കുഞ്ഞുങ്ങളാ. മദ്യപാനം, പുകവലി. അവരൊക്കെ ആ മയക്കുമരുന്നിന്റെ അടിമയാണ്. ആ കുഞ്ഞുങ്ങളെ എല്ലാം ഓക്കെ. ബ്രദറെ, ഹലോ ബ്രദറെ, ഞാൻ കഴിഞ്ഞ ദിവസം ഫീൽഡിൽ പോയപ്പോഴത്തേക്ക് ഒരു 2-3 വീട്ടിൽ എനിക്ക് യേശുവിനെ കുറിച്ച് സംസാരിക്കാൻ സാധിച്ചു. അപ്പൊ ആ ഒരു വീട്ടിലെ കുട്ടിയുടെ അമ്മ പറയണ എന്റെ മോൾക്ക് B.Ed പാസ്സായി ജോലിയിൽ കഴിഞ്ഞ പ്രാവശ്യം കയറിയതാണ്, ടെമ്പററി ആയിട്ട് കയറിയതാണ്. പക്ഷെ ഇപ്പൊ ഒന്നും ഇല്ലാതെ നിൽക്കുകയാണ്. അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞു, ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ? കൊച്ചിന് ഞാൻ ഈ ലിങ്ക് അയച്ചു കൊടുക്കാം, ഇന്ന് കയറാൻ അതിനോട് പറയാം. എന്നിട്ട് ആ കൊച്ചു കയറി കാര്യങ്ങൾ പറയട്ടെ, ഞാനും ആ കൂട്ടത്തിൽ കാര്യം പറയും. എന്നാൽ ഞാനിങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് യേശുവിന്റെ കഴിവാണ്. അതുകൊണ്ട് ആ എന്നെ നടത്തുന്ന യേശുവിന് കഴിവുള്ളതാണ്. ആ യേശു ആ കുട്ടിക്ക് ജോലി, അതിന്റെ പഠിപ്പിനനുസരിച്ചുള്ള ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അതിന് എല്ലാ വിദ്യാഭ്യാസങ്ങളും ഉള്ളതാണ്. അപ്പൊ എന്തോ ജോലിക്ക് തടസ്സമെന്നാണ് എല്ലാരും നോക്കിയിട്ട് പറഞ്ഞെന്നാ പറയണം. അപ്പൊ നമുക്കത് എല്ലാം മാറ്റി കഴിവുള്ള യേശുവാണ്, യേശുവിനെ സാധിക്കാനുള്ള പ്രാർത്ഥിക്കും. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു അമ്മച്ചിയുടെ ഒരു സഹോദരൻ ഓനസ് എന്ന പേര്, അദ്ദേഹത്തിന് ബൈപ്പാസ് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അമ്മച്ചി എന്നോട് പറഞ്ഞു, ബ്രദറിനോട് പറയണം, ഒന്ന് പ്രാർത്ഥിക്കാൻ പറയണം, ഓപ്പറേഷൻ കൂടാതെ തന്നെ സൗഖ്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രദറെ, പെരുമ്പളത്തുനിന്ന് ഷീല സിസ്റ്റർ ആണേ, ബ്ലോസം ജീസസ്. ബ്രദറെ, ഞാൻ വെള്ളിയാഴ്ച പാസ്ബുക്ക്, പിന്നെ അയൽക്കൂട്ടത്തിന്റെ പാസ്ബുക്കാണ്, അത് പൈസ അടച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാ, കാണുന്നില്ല ബ്രദറെ. ഇന്നലെ അത് കൊണ്ട് എനിക്ക് അയൽക്കൂട്ടത്തിൽ പോകാൻ പറ്റില്ല. പശുത്താത്മാവിനോട് ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കാണിച്ചു തരണേ, അതൊന്ന് ഞാൻ നോക്കിയിട്ട് കാണില്ല, അതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ആടി, പരിശുദ്ധാത്മാവെ എന്റെ പാസ്ബുക്ക് കൊണ്ട് തരണേന്ന് പറഞ്ഞ് ഞാൻ പാടിക്കൊണ്ട് നടക്കും. സന്തോഷമുള്ളവർക്ക് പാടാൻ പറ്റൂ. ഓക്കെ, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ബ്രദറെ, എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. അമ്മ 3 വർഷമായിട്ട് മരുന്ന് കഴിക്കണം. ഷുഗറും കുറയണില്ല, പ്രഷറും ഉണ്ട്, ഷുഗർ കൂടിയും കുറഞ്ഞിരിക്കണം. അലർജി ആണെങ്കിൽ അതുകൊണ്ട് ഉറക്കവും ഇല്ല. ഒത്തിരി മരുന്ന് കഴിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ശരിക്ക് ഫലിക്കുന്നില്ല. ഉറക്കൊട്ടുമില്ല. ഭക്ഷണവും മര്യാദക്ക് കഴിക്കണില്ല. ഒന്ന് അലർജി ഒന്ന് കുറയണം, ഷുഗർ ഒന്ന്. പിന്നെ ഒരു സാക്ഷി ഉണ്ടായിരുന്നു. അമ്മയുടെ പേര് ചന്ദ്രിക. പിന്നെ ചെറിയ സാക്ഷി ഉണ്ടായിരുന്നേ. കഴിഞ്ഞ ദിവസം ഞാൻ കൊച്ചിയിൽ. ജീസസ്, എന്റെ ഇളയമോള് സോനു പരീക്ഷ തുടങ്ങുവാണ്. പരീക്ഷ എളുപ്പമായിരിക്കണം, പാസ്സാകാൻ പ്രാർത്ഥിക്കണം. എന്റെ മകൾക്ക് വേണ്ടിയാണ്. അത് ഭയങ്കരമായിട്ടും എന്റെ മകൾക്ക് വേണ്ടിയാണ്. കേക്കാവോ? ഇപ്പൊ കേക്കാവോ? ഹലോ, ഇപ്പൊ കേക്കാവോ ബ്രദറെ? എന്റെ മകൾക്ക് വേണ്ടിയാണ്. അവൾക്ക് അറിയാലോ, കേട്ടോ, ക്ലിയർ ആവുന്നില്ല. ഓക്കെ, പിതാവേ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥന വിഷയങ്ങൾ ഏൽപ്പിച്ച ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ഡ്രഗ്സിന് അഡിക്റ്റ് ആയവരെ, എന്നെ വിടിവിച്ച കർത്താവെ അവരുടെ ജീവിതത്തിലും അത്ഭുതം ചെയ്യണം. യേശുവിന്റെ സ്നേഹം അവർ തിരിച്ചറിയാൻ ഇടയാകട്ടെ. ഡ്രഗ് അഡിക്ഷനിൽ നിന്ന് അവർ വിട്ടുമാറട്ടെ.
യേശുവിന്റെ നാമത്തിൽ അവിടെ അത്ഭുതം നടന്നതിനായി സ്തോത്രം. കർത്താവ് ഇപ്പോൾ പറഞ്ഞ മുടികൊഴിച്ചിൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ. പ്രഷർ, ഷുഗർ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ നോർമൽ ആവട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വരട്ടെ. കർത്താവെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾ കർത്താവെ ഡിസ്റ്റിങ്ഷനോടെ അവർ പാസ്സാവട്ടെ. കർത്താവെ യേശുവിന്റെ നാമത്തിൽ അച്ചീവ്മെന്റ് അവാർഡുകൾ ലഭിക്കത്തക്കവണ്ണം അവർ ഉന്നതമായ നിലയിലേക്ക് വിദ്യാഭ്യാസത്തിൽ അവർ ഉയരട്ടെ. യേശുവിന്റെ നാമത്തിൽ അവർ ക്രിസ്തുവിൽ പ്രശസ്തരാവട്ടെ. ഏൽപ്പിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും രോഗങ്ങളുടെ കാര്യങ്ങൾ കർത്താവ്, ഹോസ്പിറ്റലുകളുള്ളവരുടെ മേൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വരട്ടെ. പ്രാർത്ഥിച്ച ഏത് കാര്യം കർത്താവെ, പാസ്ബുക്ക് യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ യേശുവിന്റെ നാമത്തിൽ ആ പാസ്ബുക്ക് തിരികെ ലഭിക്കട്ടെ. ആന്റിയുടെ കരങ്ങളിൽ ആ പാസ്ബുക്ക് തിരിച്ച് കർത്താവ് കൊണ്ട് കൊടുക്കുന്നതിനായി നന്ദി. യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ച എല്ലാ പ്രാർത്ഥന വിഷയങ്ങളുടെ മേലും എന്റെ യേശു അത്ഭുതം ചെയ്തതിനായി നന്ദി. അങ്ങയുടെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തതിനായിട്ട് കർത്താവ് നമുക്ക് സ്തുതിക്കാം. കർത്താവ് സ്തോത്രം. എല്ലാ സാക്ഷികളും കേൾക്കാൻ പോകുന്നതിനായി കർത്താവ് നമ്മളോട് സ്തോത്രം. ആമേൻ. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവജനം നമ്മളോട് പങ്കുവെച്ച് നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം. വളരെ കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി. അതിനായിട്ട് കർത്താവിനെ നമ്മളോട് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അൽബാറെ മോനെ അനുഗ്രഹിക്കപ്പെട്ട വചനമായിരുന്നു. ഇങ്ങനെ മോൻ കണ്ടതുപോലെ തന്നെ പറഞ്ഞ പോലെ കിണറ്, അതിലിങ്ങനെ വെള്ളം, അങ്ങനെ എന്തോ ഇങ്ങനെ ആ സെയിം ദർശനം തന്നെ ഇന്നലെ ചേർത്തല സഭയിൽ പലരും കാണാൻ ഇടയായി. ആമേൻ. അത് ജീവിതത്തിൽ സംഭവിക്കും തന്നെ വിശ്വസിക്കുന്നു. പിതാവാം ദൈവമേ, യേശുവിന്റെ നാമത്തിൽ പ്രിയ മോന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. മോൻ പ്രവചിച്ച ഓരോ കാര്യങ്ങൾ പരിശുദ്ധാത്മാവാം ദൈവം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അത് ഏറ്റെടുക്കുക. കർത്താവെ, മകനെ ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. മകന് വലിയ ദർശനങ്ങളും വെളിപ്പാടുകളും അങ്ങ് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി അത് പെരുകി ഏറി വർദ്ധിക്കുവാൻ ഇടയാകട്ടെ. മോൻ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ കർത്താവെ ഒരിക്കലും റീച്ച് ചെയ്യത്തില്ല, എത്തിച്ചേരത്തില്ല എന്ന് കരുതിയ പല സ്ഥലങ്ങളിലും ശുശ്രൂഷിപ്പാൻ പരിശുദ്ധാത്മാവെ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ നിറവോടെ, ആത്മാവിന്റെ ശക്തിയോടെ, ആത്മാവിന്റെ ബലത്തോടെ മരിച്ചവരെ ജീവിപ്പിക്കുന്ന, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ പിടിച്ചു വരുന്ന ദൈവശക്തിയോടെ മകൻ അവിടെ ചെന്ന് ശുശ്രൂഷിച്ച് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും മകന്റെ കൈയാൽ നടക്കുന്നതിനായി സ്തോത്രം. കുടുംബത്തിലുള്ള ഓരോരുത്തരെയും ഞങ്ങൾ അനുഗ്രഹിച്ചു. മോൻ മുഖാന്തരം അനേക യൂത്ത്, അനേക ചെറുപ്പക്കാരെ യേശുവിനെ അറിയാൻ ഇടയാക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചേർന്ന് അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. അപ്പോൾ തന്നെ സ്തോത്രം ഇതിനിടയ്ക്കൊന്ന് പറയണമെന്ന് നോക്കാം. സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇമ്മാനുവൽ പറഞ്ഞ ആറ്റത്തെ എത്ര മനോഹരമായിട്ടാണ്. ശരിക്കും വളരെ മനോഹരമായിട്ട് ഇമ്മാനുവലെ ഒരു ദിവസത്തെ ഇമ്മാനുവലിനെ കൂടെ ശുശ്രൂഷിക്കണമെന്ന് എനിക്കത് കേട്ടപ്പോ തോന്നി. ഇമ്മാനുവൽ ഉണ്ടോ ഇതിനകത്ത് ഇറങ്ങിയോ? സൂരജ് ലിറിക്സ് പഠിക്കണം കേട്ടോ. ലിറിക്സ് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറി പാടി. മാത്രമല്ല എല്ലാവരും പാട്ട് പാടുന്നത് മോൻ നല്ലൊരു പാടി. വർഷിപ്പിന്റെ അകത്ത് നമ്മൾ അതിന്റെ അകത്തിൽ ഇരിക്കണം. അന്നേരം ആ സ്പിരിറ്റ് അവിടെ വരാം. മോനോട് മാത്രമല്ല എല്ലാവരും പറയും. അത് സ്തോത്രം. നമുക്ക് പാട്ട് എല്ലാവർക്കും പാടാം. പക്ഷെ അത് എന്റെ അകത്ത് പൂർണ്ണമായിട്ട് ഞാൻ ഉൾക്കൊണ്ട് ഞാൻ അതിന്റെ അകത്ത് ലയിക്കുമ്പോഴാണ് അതിന്റെ സ്പിരിറ്റ് വ്യാപരിക്കും. ലിറിക്സ് തന്നെ നമുക്കറിയാൻ മേലെ നമുക്ക് എങ്ങനെ അതിനകത്ത് ലയിക്കാം. അപ്പം അതെല്ലാം ശരിക്കും പാട്ട് പാടിക്കണം, ക്ലിയർ ആയിരിക്കണം. ഓക്കെ. എന്ത് ഇമ്മാനുവലിനെ കാണുന്നില്ല? വത്സൽ സൗരി ഇമ്മാനുവൽ ഓടിപ്പോയോ? വിനോദ് ബറെ ഇന്നലെ ശുശ്രൂഷയിൽ വിദ്യ ആത്മാവ് ഇറങ്ങിയപ്പോ ഇന്നലെ ആരോ, എനിക്ക് തോന്നുന്നത് സനോജ് ബറാം, ഈ മോൻ ശുശ്രൂഷിക്കുന്നത് കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ശുശ്രൂഷിക്കുന്നത് ഇന്നലെ ദർശനം കണ്ടു. അതേ സെയിം സാധനമാ വിനോദ് ബർ പറയുന്നത്. കർത്താവിനെ സ്തുതിക്കും. ഇവിടെ വീഡിയോ ഓഫ് ആക്കിയല്ലോ. സോറി. ഇതൊന്നും മാനുവലിനെ കണ്ടാൽ ഞാനിത് കഴിഞ്ഞിട്ട് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. സോറി, വീഡിയോ ഓൺ ആക്കാൻ പറ്റുമോ? മാനുവലിനെ വിളിച്ച് കേൾക്കാമോ ഞാൻ പറയുന്നേ? ആളിത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ.
ഈ പ്രയർ റിക്വസ്റ്റോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ആളെ വിളിക്കും. യെസ്, വീഡിയോ ആണ്. ഓക്കെ, യെസ്, ഓക്കെ. അത് പരീക്ഷയാണോ, തിരക്കാണോ? ഓക്കെ, പെട്ടെന്ന് വിട്ടേക്കാം കേട്ടോ. പറഞ്ഞ വളരെ എത്രയല്ല 6ാം ക്ലാസ് പഠിക്കുന്ന മോനെ എന്നുള്ള ഓരോ വാക്തത്വവും വായിച്ചിട്ട് ഞാൻ വാസ്തവത്തിൽ വളരെ സന്തോഷിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടി കർത്താവ് കൊടുത്തിരിക്കുന്ന ശക്തരായ ശുശ്രൂഷകളാണ്. ഒരു ദിവസം വർഷിപ്പ് ചെയ്യാനായിട്ടൊക്കെ റെഡിയാണ് കേട്ടോ. ഇന്നിപ്പോ അനിലങ്ങൾ പറയുകയും കൂടെ ചെയ്തപ്പോ എനിക്ക് വളരെ സന്തോഷം. മാനുവൽ കോട്ട് സൂട്ടും ഒക്കെ ഇട്ട് നമുക്ക് രാജ്യങ്ങളിൽ ശുശ്രൂഷിക്കുന്നു. അമ്മേ വിനോദരെ അടുത്ത ആഴ്ച ഇമ്മാനുവല് സഭയെ ശുശ്രൂഷിക്കാൻ അങ്ങനെ പല രീതിയിലേക്ക് ഞങ്ങൾ വരുന്നുണ്ട്. വിനോദനോട് ഞാൻ പറയാനിരിക്കുകയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഈ മോനെ നമുക്ക് സഭയിൽ ശുശ്രൂഷ എന്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയി. സഭയിലും ശുശ്രൂഷിക്കട്ടെ, കുഞ്ഞുങ്ങളൊക്കെ എഴുന്നേക്കട്ടെ, ശുശ്രൂഷിക്കട്ടെ. അടുത്തൊരു ലെയർ എഴുന്നേക്കട്ടെ. അഭിമാനനുസരിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതിനുള്ള വലിയ കാര്യങ്ങൾ, വൻ കാര്യങ്ങൾ കർത്താവ് ചെയ്യണം. ശിശുക്കളെ വിളിക്കുന്നവരുമായി ബലം നിയമിക്കുന്നവരുടെ വാക്തനായ സ്തോത്രം. കർത്താവ് വളരെ ശക്തമായിട്ട് മഹത്വത്തോടെ വിളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നിറയ്ക്കണം. അമ്മേ ആമേൻ. ഓക്കെ, മാനുവലെ കർത്താവ് ഓടിക്കും പരിശോധിക്കും. അപ്പം സുരജ് ബെസ്റ്റായിട്ടാ ചെയ്തത്. ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അടിപൊളിയാവും കേട്ടോ. ഓക്കെ, നമുക്ക് നമ്മുടെ വീഡിയോസിലേക്ക് കിടക്കാം. ുള്ളതിനാൽ എല്ലാം കാൽക്കൽ വന്നിരുമേ. അമേൻ. സ്വത്രം നമ്മുടെ സാക്ഷ്യങ്ങളിലേക്ക് ഇറക്കാം. സതീഷ് ബാബിന്റെ ഹാൻഡ് റൈസ് ആയിട്ടുണ്ട്. അത് അറിയാതെ ആയതാണോ, എന്തെങ്കിലും പറയാനാണോ സതീഷ് ബാറെ? സതീഷ് ബാർ, ഓക്കെ. സാക്ഷ്യങ്ങൾ പങ്കുവെക്കാമേ. പെരുകിയ ദിവസങ്ങളിൽ തന്നെ പറയാം. പൊതുവെ ദിവസം എടുക്കാറില്ല. പക്ഷെ കഴിഞ്ഞ 4 ആഴ്ചയായിട്ട് ഇടാനുള്ള ശനിയാഴ്ചയോ അല്ലെങ്കിൽ അതിന് മുന്നത്തെ ഏതെങ്കിലും ദിവസം എനിക്ക് ഇവിടെ എത്തും. കഴിഞ്ഞ ഇപ്പൊ 4 ആഴ്ചയായിട്ട് അടുപ്പിച്ച് 4 ആഴ്ചയായിട്ട് എനിക്ക് ഓരോ ആഴ്ച ഓരോ ദിവസം ഇപ്പം ഏറ്റവും എനിക്ക് സന്തോഷം എന്ന് തോന്നിക്കാന്ന് വെച്ചാൽ എന്നെ ഹലോ, ആരാന്ന് സാക്ഷ്യം പറഞ്ഞേ? അതെ, ഞാൻ ഓർത്ത കാണുന്നില്ല. സൂര്യ എന്നാ പറഞ്ഞേ? കേട്ടില്ല. സൂരജ് 4 ആഴ്ചയായിട്ട് ഞായറാഴ്ച ചർച്ചിൽ വരുന്നതിന് മുമ്പ് പുള്ളിക്ക് എല്ലാ ദിവസവും ഡ്രസ് കിട്ടുന്നുണ്ട്. എല്ലാ ശനിയാഴ്ച വെള്ളിയാഴ്ച പെരുകി വർദ്ധിക്കുക ഡ്രസ്. ആമേൻ, ആമേൻ. ഇതൊക്കെ ഏറ്റെടുത്തോ? സന്തോഷിച്ച
മോനെ റേഞ്ച് ഇല്ല സുരജ്, ക്ലിയർ ആ. സുഭാഷ് ബ്രദർ ഇരിപ്പുണ്ട്, അതിൽ കയറാൻ പറഞ്ഞാണ്. ഇപ്പുറത്തെ റൂമിലാണെന്ന് തോന്നുന്നു. അല്ല സുഭാഷ് ബ്രദറിന് റേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഇപ്പൊ പറഞ്ഞേ. എനിക്ക് ഞായറാഴ്ചക്ക് ഇടാൻ വേണ്ടി പഠിപ്പിച്ച് 4 ആഴ്ചയായിട്ട് ഞായറാഴ്ചത്തേക്ക് വേണ്ടി, അല്ലെങ്കിൽ ശനിയാഴ്ചയോ അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള ദിവസമോ ഡ്രസ്സ് വീട്ടിലെത്തും എങ്ങനെയാണെങ്കിലും. എന്നുവെച്ചാൽ ഏറ്റവും അത്ഭുതം എന്ന് വെച്ചാൽ എന്നെ പഠിപ്പിക്കുന്ന ടീച്ചർ തന്നെയാണ് അതിനകത്ത് ഒരു ജോഡി എനിക്ക് വാങ്ങിച്ചു തന്നത്. അമേൻ. അപ്പൊ ഇനി തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ച ഇടാനുള്ളവിടെ വന്നോട്ടെ. ഞായറാഴ്ച വന്ന കൂട്ടത്തില് സ്തോത്രം. അമേൻ. പെരിയേറി വർദ്ധിക്കട്ടെ. അമേൻ. അടിപൊളി സാക്ഷ്യം. അമേൻ. നീ വരട്ടെ. ഡ്രസ്സുകളൊക്കെ വേണ്ടവരൊക്കെ ഏറ്റെടുത്തണം കേട്ടോ. സ്തോത്രം. കർത്താവിന്റെ എണ്ണിയാൽ സ്തോത്രം ഇപ്പോഴും ഇഷ്ടം പോലെ ഷർട്ടുകൾ കർത്താവ് തരികയാണ്. ഈ കിട്ടിയ ഷർട്ടുകൾ ഇതുവരെ ഇട്ട് തീരാൻ പറ്റിയിട്ടില്ല. സൂര്യന്റെ സാക്ഷ്യം പോലെ തന്നെ ഒരു സാക്ഷി എനിക്കുണ്ട്. സ്തോത്രം. ഡ്രസ്സുകൾ ഇട്ടിരിക്കുകയാണ്, ഇടാതെ ഇങ്ങനെ അലമാരി വെച്ചിരിക്കുക. ഇടാനൊരു അവസരം നോക്കി. അല്ലെങ്കിൽ അതുപോലെ ഡ്രസ്സുകൾ കർത്താവ് പെരുകി വർദ്ധിക്കുക. ഫുഡ് എല്ലാം കർത്താവ് എങ്ങനെ വാരിക്കോരി അനുഗ്രഹിക്കുകയാണ്. ആമേൻ. അടിപൊളി സാക്ഷ്യം. ആമേൻ. നീ സാക്ഷ്യം ഉണ്ടോ? ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. എനിക്ക് എന്റെ കൈക്ക് 2-3 ദിവസമായി വേദനയായിരുന്നു. കൈ ഇങ്ങനെ നിവർത്താൻ പറ്റത്തില്ല, നീരൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. ഇന്ന് രാവിലെ പിള്ളേർക്ക് സ്കൂളിൽ പോകണമല്ലോ, ആഹാരമൊക്കെ ഉണ്ടാക്കണല്ലോ എന്നൊക്കെ ഓർക്ക് ഭാരപ്പെട്ടു. എന്തായാലും രാത്രി ഒരു 9:30 ആയപ്പോ രാധാകൃഷ്ണൻ ബ്രദറിനെ വിളിപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ബ്രദർ പ്രാർത്ഥിച്ച ഉടനെ തന്നെ കൈയുടെ വേദനയും നീരും കുറഞ്ഞു. എനിക്ക് കൈയെല്ലാം നല്ല നിവർത്താനും പറ്റി. ഞാൻ രാവിലെ ആഹാരം ഉണ്ടാക്കാൻ എന്നെ ദൈവം സഹായിച്ചു. എല്ലാ മഹത്വവും ദൈവത്തിന്. കേട്ടോ, പേര് പറഞ്ഞ് തന്നെ മഹത്വം കൊടുക്കണം. ദൈവം ലോകത്തിൽ എല്ലാരും വിളിക്കുന്നുണ്ട്. സ്തോത്രം. അത് യേശു ആണെന്ന് ലോകത്തിന് അറിയത്തില്ല. അതുകൊണ്ട് എല്ലാ മഹത്വവും എന്റെ യേശുവിന്. സ്തോത്രം. ഓക്കെ, അത് കൂടെ തന്നെ ബിന്ദു എന്ന് പറഞ്ഞൊരു സഹോദരി പ്രാർത്ഥന ആവശ്യം പറഞ്ഞ കൂട്ടത്തിൽ സാക്ഷ്യം. ബിന്ദു, അത് കഴിഞ്ഞ ദിവസം കൊച്ചിന്റെ ഞാൻ 2000 രൂപ കൊടുത്തു വിട്ടു. പപ്പടയെ കൊടുക്ക്, കടയിൽ പോവാന്ന് പറഞ്ഞു. കൊച്ചു കൊടുത്ത് 2000 കൊടുത്തെന്ന് കൊച്ചു പറഞ്ഞു. പക്ഷെ പുള്ളി പറഞ്ഞ 1500 തന്നുള്ളൂ, 500 ഇല്ലാന്ന് പറഞ്ഞു. കൊച്ചു പറഞ്ഞ 2000 കൊടുത്തെന്ന, ഹസ്ബൻഡ് പറഞ്ഞ 1500. എന്നെ വിളിച്ചു പറഞ്ഞു 500 പോയല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടം പെട്ടു. എനിക്ക് പരിശുദ്ധാത്മാവേ, എന്റെ 500 രൂപ എനിക്ക് തിരിച്ചു തരണം. ഞാൻ എന്തോരം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ, എനിക്ക് 500 തിരിച്ചു തന്നേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി പുള്ളി കിടക്കാൻ നിർത്തും പറഞ്ഞു 500 പോയല്ലോ, ഇത് എവിടെ പോയി തിന്നാണെങ്കിലും കുഴപ്പമില്ല, ഇത് മേടിച്ചാലും കഴിഞ്ഞ ഇത് പോയല്ലോടി 500 രൂപ. ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാ നാളെ കൊണ്ട് തരുമെന്ന്, നിങ്ങൾ വിശ്വസിച്ച് കിടന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പുള്ളി നടന്നപ്പോ അപ്പുറത്തുള്ള ചേച്ചി പറയാ, കമലേ നിന്റെ പൈസ കിട്ടിയില്ല ചേച്ചി, നിന്റെ 500 രൂപ അപ്പുറത്തുള്ള ചേട്ടൻ ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ എന്നോട് എടി 500 രൂപ കിട്ടി. എവിടെ നിന്ന് കിട്ടി? ആ കൊച്ചേട്ടന് 500 രൂപ കിട്ടി. ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാ തരുന്ന് പറഞ്ഞില്ലേ, അപ്പൊ തന്നെ 500 കിട്ടി. ഇതാണ് മഹത്വം, ഇതാണ് യേശുവിനെ നിങ്ങൾ വിശ്വസിച്ചോ, തിരിച്ച് നിങ്ങൾക്ക് പൈസ കിട്ടിയത്. അത് നന്ദി പറയാം. ഞാൻ അപ്പൊ തന്നെ യേശുവെ ഒരുപാട് നന്ദി പറയാം. 500 തിരിച്ച് തന്നല്ലോ, അതന്നെ മഹത്വം. ആമേൻ. സ്തോത്രം. അപ്പൊ നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കാം. അപ്പൊ ഞാനിങ്ങനെ നോക്കായിരുന്നു, എന്റെ പരിശുദ്ധ ആത്മാവെ 500 രൂപ തിരിച്ചരണേ, ഞാൻ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയാന്ന് അറിയാമല്ലോ. അതെങ്ങനെ അങ്ങനെ പാടി സ്തോത്രം. അങ്ങനെ ആ പാട്ടിനകത്ത് അതെങ്ങനെ പൊള്ളിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. അതെങ്ങനെ പാടിയാ മതി. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ സ്തോത്രഗാനത്തോടുകൂടി കർത്താവിനെ അറിയിക്കുക. ഹല്ലേലൂയ. അടിപൊളി. ഇനി 500 അല്ല 10,000 ലക്ഷം ആണെങ്കിലും സ്തോത്രം പരിശുദ്ധാത്മാവ് മടക്കി തരും. നമുക്കറിയാലോ, കഴിഞ്ഞ ദിവസം ഇതെനിക്ക് ചേർത്തല വിജയമേശ്വരിയുടെ ഒരു എമൗണ്ട്, ഒരു പൈസ അത് മിസ്സായി. സ്തോത്രം. നമ്മൾ പരിശുദ്ധാത്മാവെ തിരിച്ചു കയറ്റണമെന്ന് പറഞ്ഞു. അന്ന് തന്നെ ആ പൈസ തിരിച്ച അക്കൗണ്ടിൽ കയറി. സ്തോത്രം. ആമേൻ. അതെ, വിജയമേശ്വരി ഇതിനകത്തുണ്ടോ? ചേർത്തല വിജയമേശ്വരി എനിക്ക് 9,000 സംതിങ് ആയി. 9,500 രൂപ. അനിയത്തിയുടെ മോനാണ് ATM-ൽ പോയത്.
ആദ്യം മെഷീനിൽ നോക്കിയിട്ട് പൈസ വന്നില്ല. രണ്ടാമത്തേലാണ് വീണ്ടും എടുത്തത്. പക്ഷെ ആദ്യത്തേല് ഉള്ള പൈസ പിന്നെ കിട്ടിയതേ ഇല്ല. ബാങ്കിൽ ചെന്ന് അപ്പൊ തന്നെ പറഞ്ഞു, എന്നിട്ടും പൈസ കിട്ടിയില്ല. വരുമോ ഒരാഴ്ചത്തെ സമയം പറഞ്ഞു, അത് കഴിഞ്ഞ് കിട്ടില്ല. ഞാൻ അവിടെ പോയി എഴുതി കൊടുത്തു, പറഞ്ഞു, എന്നിട്ട് കിട്ടില്ല. ബ്രദറിനെ വിളിച്ചു. അത് വേറെ വിജയം വിളിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രദർ എന്നെ വിളിച്ചത്. അത് വിജയം മുതൽ മാറിപ്പോയി. ആ സമയം ഞാൻ മുതലെടുത്ത ബ്രദറിനോട് പറഞ്ഞു. അന്ന് തന്നെ പൈസ കയറി. ദൈവത്തിന് മഹത്വം, ഹല്ലേലൂയ. എല്ലാ മഹത്വം ദൈവത്തിന്. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ആമേൻ. അടിപൊളി. അപ്പൊ 500 മടക്കി കിട്ടിയേണ്ട സോരിയുടെ വിശ്വാസം ഇത്ര ഉള്ളന്നേ. പരിശുദ്ധാത്മാ എന്തോലൂടെ കേട്ടിട്ടില്ല. നമ്മുടെ ദൈവാത്മാവ് നമ്മുടെ കൂടെ നടക്കും. നമ്മുടെ വീട്ടിലുണ്ട് ദൈവാത്മാവ്, നമ്മുടെ വീട്ടിൽ താമസിക്കാൻ വന്നിരിക്കും. അപ്പൊ ഞാൻ ഈ നമ്മുടെ കൂടെ വസിക്കുന്നവരല്ല, ഞാനിപ്പോ എന്റെ കുഞ്ഞുങ്ങളെ സ്വന്തം, എന്റെ സ്വന്തം അല്ലെ, എന്റെ സ്വന്തം ഭാര്യ, എന്റെ സ്വന്തം മോൻ, എന്റെ മോള് എന്നൊക്കെ വിളിക്കുമ്പോ എന്നേക്കും എന്റെ കൂടെ വസിക്കുന്ന ആളെ എന്റെ പരിശുദ്ധാത്മാവ് എന്ന് വിളിക്കുന്നു. സ്വത്രം അല്ലെ, എന്റെ കൂടെ എന്നേക്കും വസിക്കുന്ന ആള്. ഈ ലോകത്തിലെ ബന്ധങ്ങളൊക്കെ ഈ ലോകം കൊണ്ട് തരും, പക്ഷെ ഇത് തീരുന്നതുമല്ല. സ്തോത്രം. അപ്പൊ അതുകൊണ്ടാണ് എന്റെ പരിശുദ്ധാത്മാവേ എന്ന് ആ ഒരു ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നൊരു ബന്ധത്തിലാണ് ഇത് വിളിക്കുന്നത്. ആ ഒരു ബന്ധത്തിലുള്ള വിളിയിലാണ് ഈ മൊത്തം പരിപാടി നടക്കുന്നത്. ആ റിലേഷനിലാണ്, ആ സ്നേഹത്തിലാണ്. അവൻ കർത്താവ് ഇന്നലെ സ്വത്രം കട്ടപ്പനയ്ക്ക് പോകാനിടയായി തീർന്നു. അടിപൊളിയായിട്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങിയ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അടിപൊളി പരിപാടിയായി. സ്വത്രം പരിപാടി അവിടെ ചെയ്തു. വലിയ സൗഖ്യങ്ങളും വിടുതലും, അതുപോലെ നമ്മൾ പാട്ടൊക്കെ പാടി എല്ലാരും വിളിച്ചാരാധിച്ചു. പിന്നെ കുറച്ചു നാളായിട്ട് പോയിട്ടില്ല, അതുകൊണ്ട് തളത്തുപൂത്തു തുടങ്ങേണ്ട വന്നു. തളത്തുപൂത്തു ഫലം കാഴ്ച തുടങ്ങി, പെരുകേറി വർദ്ധിക്കുന്നതേ വന്നു. പിന്നെ പാട്ട് പാടി എല്ലാം കൂടെ. അപ്പൊ ഞാനിവിടെ വലിയ വയ്ക്കാൻ ഇത്ര സമയം കൊണ്ട് എങ്ങനെ എല്ലാം കൂടെ ഒപ്പിച്ചത്. ഞാൻ ഓർത്ത് ശനിയാഴ്ചത്തെ മീറ്റിംഗ് അത് വേറൊരു ലെവല്. പരിശുദ്ധാത്മാവിന് വേറൊരു മാനിഫെസ്റ്റേഷൻ ആയിരുന്നു. ഇപ്പൊ എല്ലായിടത്തും വേറൊരു വലിയ ആത്മാവിന്റെ വേറൊരു തലത്തിലുള്ള അനുഭവങ്ങൾ. പരിശുദ്ധാത്മാവിന്റെ ഭയങ്കര ഒരു ഇന്റിമസിയിലേക്ക് വിഷ്വലൈസ് ചെയ്യുന്ന രീതി, അവിടെ റിയലൈസ് ചെയ്യുന്ന പോലെ ആത്മാവിന്റെ പ്രസൻസ് ഇറങ്ങാൻ തുടങ്ങി. ഇനിയും അത് അധികമായിട്ട് വർദ്ധിച്ചു വരും. കൂടുതൽ പരിശുദ്ധാത്മാവായിട്ടുള്ള വ്യക്തിബന്ധത്തിൽ നടക്കുക, വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കുക, ഇടപെടാതെ സംസാരിക്കുക. ഓക്കെ, സാക്ഷ്യങ്ങൾ പറയട്ടെ. കാര്യം പറഞ്ഞപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു വചനം ഉണ്ട്, അത് ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും തോന്നി. അപ്പൊ എനിക്കത് വായിക്കുമ്പോൾ തോന്നുന്നത് പരിശുദ്ധാത്മാവ് പത്രോസിന്റെ യോഹന്നാന്റെ ഒക്കെ കൂടെ ഇരുന്ന് ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും തോന്നി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു കുടുംബത്തിൽ അംഗം ഇരിക്കുന്നത് പോലെ. ഈ പരിശുദ്ധാത്മാവിന് ഭയങ്കര പൊസസീവ്നെസ് ഉണ്ട്. എന്റെ പരിശുദ്ധാത്മാവെ എന്ന് അല്ലാതെ ഞാൻ ഒരിക്കൽ പാടിപ്പോ അങ്ങനെയല്ല ഞാൻ ആ പാട്ട് കൊടുത്തത്, എന്റെ പരിശുദ്ധാത്മാവെ എന്ന് പാടണം എന്ന് എന്നോട് പറഞ്ഞു. ഇവിടെ കർത്താവ് ഒരു അത്ഭുതം ചെയ്തു. ഞങ്ങളുടെ ഈ ടൗണിൽ ഒരു 2 റോഡിന്റെ ഭാഗങ്ങൾ മാത്രം ടാർ ചെയ്യപ്പെടാനുണ്ട്. അപ്പൊ ഇതിലെ അവിടെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ഏതായാലും ആ 2 റോഡുകളും പൂത്തെറിഞ്ഞു. ഇപ്പൊ പാലാ ടൗണിലെ എല്ലാ റോഡുകളും മനോഹരമായി കർത്താവ് പൂത്തലിനിടയിൽ തീർത്തു. കോട്ടയത്ത് ഞാൻ ചെല്ലുമ്പം പദ്ധതി വീതം ചെലവഴിച്ചത് 10% അല്ല, കഴിഞ്ഞ 2 മാസം കൊണ്ട് കർത്താവ് അതിൽ അത്ഭുതം ചെയ്തു. 45.8% നമ്മളായിരുന്നു ഏറ്റവും പുറകിൽ, കേരളത്തിലെ ഏറ്റവും പുറകിൽ കടന്നു കർത്താവ് ഉയർത്തി. എന്ന് പറയുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ അവിടെ ഉണ്ടായിരുന്നു, ഒത്തിരി വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. അവിടെ കർത്താവ് അതിൽ അത്ഭുതം ചെയ്തു. പിന്നെ ശനിയാഴ്ച രാവിലെ ഞാൻ ദൈവസന്നിധി ഇരിക്കുമ്പോൾ കർത്താവ് ഈ പെരുകേറി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ഒരു വെളിപ്പാട് തന്നു. അത് ശനിയാഴ്ച രാത്രി ഞങ്ങൾ ഒരുമിച്ച് വചനം ധ്യാനിച്ചപ്പോൾ അതിന്റെ വേറൊരു ലെവലിലെത്തി. പിന്നെ ഞങ്ങൾ ഇന്നലെ ഞായറാഴ്ച വൈകിട്ട് കർത്താവ് അതിന്റെ ഒരു പുതിയ തലങ്ങൾ കാണിച്ചു തന്നു. അപ്പൊ എന്നോട് കർത്താവ് ഇടപെട്ടൊരു കാര്യം ഇതാണ്, വൈക്കൽ ഡയോസസിലുള്ള അവസാന വ്യക്തിയും ഈ സീസണിൽ പെരുകി ഏറി നിർബന്ധമായും വർദ്ധിക്കും. അതായത് ഈ പൂത്തുലയുന്നത് അനുഭവിച്ചിട്ടുണ്ടോ ഇല്ലെന്നുള്ളൊരു പ്രശ്നമേ അല്ല, മുഴുവൻ വ്യക്തികളും ഉറപ്പായിട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനൊരു വാക്കിനകത്തങ്ങ് പറയാൻ പറ്റുന്നു. അത്രമാത്രം സകല ആളുകളും പെരുകി ഏറി വർദ്ധിക്കും എന്ന് പറഞ്ഞ അതിനകത്ത് ഒരാളുടെ പോലെ, അതായത് അവർക്ക് തോന്നുക ഇത് നടക്കത്തില്ലെന്ന് ആർക്ക് തോന്നിയാലും ഇത് കർത്താവ് ആണയിട്ട് ഉറപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം. ഉറപ്പായിട്ടും പെരുകി ഏറി വർദ്ധിക്കും, ഒരു സംശയമില്ല. മറ്റൊരു സന്തോഷകരമായ കാര്യം, സഭയിൽ പലപ്പോഴും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഒരു സഹോദരന് കർത്താവ് ഈ ആഴ്ച ഒരു ബിസിനസ്സിന് വേണ്ടി അവസരം തുറന്നു. പാറമട തുടങ്ങുന്നതായിട്ട് നേരത്തെ കാണിച്ചിട്ടുണ്ട്, അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ പെരുകേറി വർദ്ധിക്കുന്ന സീസൺ വന്നപ്പോൾ
പുള്ളിക്ക് ഒരാള് 1 രൂപ പോലും മുടക്കാതെ പാർട്ണർഷിപ്പ് ഫ്രീ ആയിട്ട് കൊടുക്കുക. അപ്പൊ ലക്ഷങ്ങൾ മുടക്കേണ്ട ഒരു പാറവടയുടെ പാർട്ണർഷിപ്പ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന അത്ഭുതം സംരംഭകർ എണീക്കുന്ന വർഷമായത്. ഏറ്റെടുക്കുന്നു, ഇസ്ലാമത്തിൽ ഏറ്റെടുക്കുന്നു. ആമേൻ. അല്ല, ഇന്ന് പ്രിയ അനുദു വളരെ മനോഹരമായിട്ട് ഒരു എക്സാമ്പിളാ പറഞ്ഞത് പോപ്കോണിന്റെ അല്ലെ. അതാ ആ പോപ്കോൺ നമുക്ക് എല്ലാവർക്കും അറിയാം. ചെറിയൊരു പാക്കറ്റ്, ആ പാക്കറ്റിന്റെ അടി ചെറിയൊരു പിന്നെ കടലടത്രം പോലും ഇല്ല, ഒരു അരിമണി എന്നൊക്കെ പറയാം, അതുപോലത്തെ സാധനം. ആ സാധനം അങ്ങോട്ട് കുക്കറിനകത്തൊട്ടിട്ട് കഴിയുമ്പോ ചൂടടിച്ച് കഴിയുമ്പോ ഇവൻ ആള് മാറി. ആ കുക്കറൊക്കെ നിറഞ്ഞ് ചാടി എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ ഇന്ന് പറഞ്ഞ പോലെ ഓരോരുത്തരും എല്ലാ വ്യക്തികളും പെരുകി വർദ്ധിക്കുന്ന സ്തോത്രം സീസണാണ്. അതുപോലെ പൂർവ്വർ പറഞ്ഞ അത് തുടങ്ങി പറഞ്ഞ കാര്യം വളരെ മനോഹരമാണ്. പത്രോസ് പറയുന്ന ഒരു വാക്ക്, ഞാൻ ഈ പത്രോസ് കൊർന്നലൂസ്, ഞാൻ ബൈബിൾ ക്ലാസ്സിൽ വെച്ച് പറഞ്ഞാൽ കൊർന്നലൂസിന്റെ വീട്ടിൽ ചെന്നപ്പോൾ കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവാണ്. സ്തോത്രം. അവിടെ വന്നപ്പം ഞങ്ങൾക്ക് 5-ാം അധ്യായത്തിൽ അനന്യാസും സഫീറയും ഒരു വ്യാജം കാണിച്ചപ്പം ഞാൻ ഒരു ദിവസം ഞാനിവിടെ കുഞ്ഞുങ്ങളോട് അത് സ്കിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞായിരുന്നു. അത് കുറെയൊക്കെ അമലൊക്കെ എഴുതിയായിരുന്നു, പിന്നെ അതിന്റെ വിവരമൊന്നുമില്ല. സ്തോത്രം. അപ്പം ഞാനൊരു കാണുന്ന കാഴ്ച ഞാൻ കാണുക, ഇങ്ങനെ പത്രോസ് തലകുനിച്ച് ഇരിക്കുക, അന്നേരം പ്രാർത്ഥിക്കുന്ന പോലെ ഇരിക്കുക. അന്നേരം അനന്യാസും സഫീറയും പുറത്തോടെ വന്ന് കയറിയിച്ച് അപ്പോസ്തലരെ ഞങ്ങളുടെ സ്ഥലമൊക്കെ വിട്ടു കേട്ടോ, ഞങ്ങള് എല്ലാം കിട്ടുന്ന കഴിഞ്ഞ് വലിയ ഭവ്യതയോടെ വലിയ ഒരു ഇതോടെ പറയുക, സൗമ്യതയോടെ ഒക്കെ പറയുക. അങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്കിനും പെട്ടെന്ന് ഞാൻ കാണുന്നത് പത്രോസ് തല പൊക്കുമ്പം കരഞ്ഞ കണ്ണുകളോടെ, പത്രോസിന്റെ കണ്ണൊക്കെ കരഞ്ഞ് കലങ്ങി വളരെ വിഷമിച്ച പുള്ളി നേരെ അനന്യാസിന്റെ മുഖത്ത് വയ്ക്കുക. എന്തിനാ പരിശുദ്ധാത്മാവിനെ വിഷമിപ്പിച്ചു? ഞാനത് ഞെട്ടിപ്പോയി. കാര്യം അതുപോലെ ദൈവാത്മാവുമായിട്ട് വ്യക്തിബന്ധത്തിൽ പത്രോസ് നടന്നുകൊണ്ടാ പരിശുദ്ധാത്മാവിന്റെ വേദന അന്നേരം പത്രോസിന് മനസ്സിലായി. എന്തിനാ നിങ്ങൾ ഈ വ്യാജം കാണിച്ചു? എന്തിനാ ദൈവം? ഞാൻ കാണുന്നത് അദ്ദേഹം തല ഉയർത്തി ഇങ്ങനെ കണ്ണ് നിറഞ്ഞ്, അതുപോലെ പരിശുദ്ധാത്മാവായിട്ട് വ്യക്തിപരമായ ബന്ധമാണ്. അതുകൊണ്ടാ താനോട് ചെന്ന് വാ തുറന്ന ഉടനെ കേട്ട എല്ലാവരുടെ മേലും വിശുദ്ധാത്മാവ് വീണു. വേറെ അവിടെ മറ്റൊരിടത്ത് അതുപോലെ ഒരു അനുഭവം എഴുതിയിട്ടില്ല. തിരുപ്പതി പ്രസംഗിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷേ പത്രോസ് അതുപോലെ ആത്മാവായിട്ട് മ്യൂട്ട് ചെയ്യണേ. സ്തോത്രം. അപ്പൊ അങ്ങനെ മ്യൂട്ട് ആയിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് അതുപോലെ ദൈവാത്മാവുമായിട്ട് വ്യക്തിപരമായി ആത്മാവിന്റെ ഹൃദയത്തുടിപ്പുകളെ ഒപ്പിയെടുക്കുന്ന ഒരു വ്യക്തിയായി, ആത്മാവിന്റെ ചിന്തകളെ അറിയുന്ന ഒരു വ്യക്തി. ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആത്മാവിന്റെ ലാംഗ്വേജ് മനസ്സിലാകും. ഞാൻ പറയാം ഇന്തോനേഷ്യ ഞാൻ ചെന്നപ്പോൾ ലോറ എന്ന് പറഞ്ഞൊരു സൗരി എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് വളരെ മനോഹരമായിട്ട് നമ്മുടെ ഇവിടെ വന്ന് സ്നാനപ്പെട്ട സൗരി. പക്ഷെ പുള്ളിക്കാരത്തിക്ക് ഒരു ദിവസം ബിസിനസിന്റെ ആവശ്യമുള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ പകരം ലിഡിയ എന്ന് പറഞ്ഞൊരു സൗരിയെ വിട്ടു. പുള്ളിക്കാരൻ നല്ലൊരു സൗരിയാണ്, നല്ലപോലെ ഇംഗ്ലീഷ് അറിയാം. പക്ഷെ ഈ പുള്ളിക്കാരത്തിക്ക് ടെൻഷൻ കയറിയിട്ട് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. ഞാൻ പറയുമ്പോൾ എന്നോട് 3-4 പ്രാവശ്യം ചോദിക്കും, ബ്രദറെ ഒന്നുകൂടെ പറഞ്ഞു എന്നാ പറഞ്ഞേ. അപ്പൊ അത് കാരണം എനിക്കും ആ ഫ്ലോ പോയി. എനിക്കും പറയാൻ പറ്റുന്നില്ല. ഓർത്ത് നോക്കി, മുമ്പിൽ ആളിരിക്കുക, ഒരു രോഗി ഇരിക്കുക, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ മുമ്പ് 2 കാര്യം പറയാൻ വേണ്ടി നോക്കിയിട്ട് പറ്റുന്നില്ല. അതിന്റെ ഫ്ലോയും പോയി, എല്ലാം പോയി. അപ്പം പെട്ടെന്നാണ് തങ്കുറ പറഞ്ഞാലും അങ്ങനെ തങ്കുറ പറയാൻ, നമ്മൾ ദൈവത്തിന്റെ ട്രാൻസ്ലേറ്ററാണ്, പരിശുദ്ധാത്മാവിന്റെ ട്രാൻസ്ലേറ്ററാണ്. ദൈവാത്മാവിന് ഒത്തിരി കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പം എനിക്ക് ദൈവാത്മാവിന്റെ ലാംഗ്വേജ് മനസ്സിലായാൽ മാത്രമേ, ഇപ്പൊ നമ്മളെല്ലാവരും മലയാളം പറയുന്നവരാ, പക്ഷെ നമുക്ക് വ്യക്തിപരമായ ഒരു ലാംഗ്വേജ് ഉണ്ട്. എന്റെ ലാംഗ്വേജ് ലിനുവിനറിയാം, ലിനുവിന്റെ ലാംഗ്വേജ് എനിക്കറിയാം. മലയാളമൊക്കെ സംസാരിക്കുന്നു പറഞ്ഞാൽ പോലും ഓരോ അക്ഷരത്തിലും നോട്ടത്തിലും എല്ലാം ഒരു ലാംഗ്വേജ് ഉണ്ട്. അതുപോലെ അല്ലെ, നമുക്കെല്ലാം ഉണ്ട് ലാംഗ്വേജ്, ബോഡി ലാംഗ്വേജ് ഉണ്ട്. അത് വേറെ ആർക്കും അറിയത്തില്ല, നമ്മുടെ കൂടെ വസിക്കുന്നവർക്ക് അറിയത്തുള്ളൂ. അപ്പൊ അതുപോലെ പരിശുദ്ധാത്മാവിന്റെ ബോഡി ലാംഗ്വേജ്, പരിശുദ്ധാത്മാവിന്റെ ചലനം, സ്പന്ദനം, ശബ്ദം, ഇതെല്ലാം വ്യക്തിപരമായി കൂടെ നടക്കും തോറും കൂടുതൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഹൃദയത്തുടിപ്പുകളെ ഒപ്പിയെടുക്കുന്ന ഒരു ആത്മാവിന്റെ ഹൃദയം അറിയുന്ന, ഞാൻ പറയല്ലോ, ദൈവത്തിന്റെ ആഴങ്ങളെ അറിയുന്ന ആളാണ് ആത്മാവ്. ആ ആത്മാവിന്റെ ആഴങ്ങളെ അറിയുന്ന ആളായിട്ട് ഞാൻ മാറിയാലോ. സ്വത്ര. അപ്പം എല്ലാം അറിയാം. അപ്പൊ അതിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കട്ടെ. ആഴത്തിന് മാത്രമേ ആഴത്തോട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ആഴത്തിൽ നിന്ന് മാത്രമേ ദൈവത്തിന്റെ ആഴങ്ങളിലേക്ക് പോകത്തുള്ളൂ. സ്വത്ര. അപ്പൊ അതുകൊണ്ട് ആ ഒരു വ്യക്തിപരമായ പരിശുദ്ധാത്മാ, ഞാൻ ഈ സങ്കീർത്തനം 103 പറയാണ്, മോശ ദൈവത്തിന്റെ വഴികളെയും ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ പ്രവൃത്തിയും കണ്ടു. മോശ ദൈവത്തിന്റെ വഴികളെ അറിഞ്ഞു.
സ്വത്രം ആ വഴികളെ, അതുപോലെ പരിശുദ്ധാത്മാവിന്റെ വഴികളെ അറിയാം. വേ ഓഫ് ഡൂയിങ്, എങ്ങനെയാ കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാ ഒരു കാര്യത്തിൽ ഇടപെടുന്ന പരിശുദ്ധാത്മാവ്, അത് ആ വേ ഓഫ് കർത്താവെ അത് പഠിപ്പിക്കണം. ആത്മാവിന്റെ വഴികളെ, ആത്മാവിന്റെ ചലനത്തെ, ആത്മാവിന്റെ ശബ്ദത്തെ, ആത്മാവിന്റെ ഹൃദയസ്പന്ദനങ്ങളെ, ഇതെല്ലാം അങ്ങനെ ഒരാളായിട്ട് വ്യക്തി മാറിയാൽ ലോകം അവന്റെ പുറകെ വരും. സ്തോത്രം, ആമേൻ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ദിവസങ്ങളിൽ കൂടുതൽ ഞാൻ ആരുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുന്നു അവനെ പോലെ ആയിത്തീരും. ദൈവാത്മാവിന്റെ കൂടെ കൂടുതൽ ഞാൻ സമയം ചെലവഴിച്ചാൽ പരിശുദ്ധാത്മാവിന്റെ അവനെ ദ മാൻ അക്കോർഡിംഗ് ടു മൈ ഓൺ ഹാർട്ട്, ഞാൻ പറയും ദ സൺ അക്കോർഡിംഗ് ടു മൈ ഓൺ ഹാർട്ട്. പരിശുദ്ധാത്മാവിന്റെ ഒരു വാക്ക് ഞാൻ പറയട്ടെ, മാനസപുത്രൻ, ദൈവാത്മാവിന്റെ മാനസപുത്രൻ. സ്തോത്രം, അതായിട്ട് തീരാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ മനസ്സ്, ദ സൺ അക്കോർഡിംഗ് ടു മൈ ഓൺ ഹാർട്ട്, എന്റെ ഹൃദയപ്രകാരമുള്ള എന്റെ കുഞ്ഞെന്ന് പരിശുദ്ധാത്മാവ് പറയുന്ന രീതി. ഹല്ലേലൂയ. അങ്ങനെ ഒരു പരിശുദ്ധാത്മാവിന്റെ മാനസപുത്രനായിട്ട് തീരാൻ, ഹല്ലേലൂയ, മാനസപുത്രിമാരായിട്ട് തീരാനിടയാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കണ്ണുകളിലൂടെ ദൈവാത്മാവ് നോക്കട്ടെ. ഈ അപ്പോസ്തലർ 13 നമ്മൾ വായിക്കുന്നുണ്ട്, ശൗൽ പരിശുദ്ധാത്മഗുണനായി അവനെ ഉറ്റുനോക്കി എന്ന് പറഞ്ഞാൽ ശൗലല്ല നോക്കിയത്, പരിശുദ്ധാത്മാവ് നോക്കുക. ഈ വീടിന്റെ ജനല് പോലെയാ, നമ്മുടെ വീടിന്റെ ജനലാണ് ഈ കണ്ണ്. അപ്പം സ്തോത്രം, നമ്മള് ജനലിൽ കൂടെ ആര് നോക്കുന്നു അവരെയാ കാണുന്നെന്ന് പറഞ്ഞ പോലെ ആ സാഹചര്യം വന്നപ്പോഴത്തേനും പരിശുദ്ധാൽ പറഞ്ഞു, പൗലോസെ മാറിക്ക്, ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ ഈ ജനലിൽ കൂടെ ഒന്ന് നോക്കട്ടെ, ഇങ്ങോട്ട് മാറിക്ക്. അല്ലെ, നമ്മള് ചിലപ്പം വഴി കുഞ്ഞുങ്ങളൊക്കെ ഈ ജനലിൽ കൂടെ നോക്കുമ്പോഴേ ഇനി മാറിക്ക്, ഇനി ഞാൻ നോക്കട്ടെ എന്ന് പറയുന്ന പോലെ പരിശുദ്ധ ഇനി ഞാൻ അങ്ങോട്ട് നോക്കാം. അങ്ങനെ ആത്മാവ് നമ്മുടെ കണ്ണുകളിലൂടെ നോക്കട്ടെ. ഇതിന്റെ അകത്ത് വസിക്കുന്നുണ്ടല്ലോ, എന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും വസിക്കുന്നുണ്ട് ഈ ആലയത്തിന്റെ അകത്ത്. ഇതിന്റെ അകത്ത് ആ കൂട്ടായ്മ നടക്കുന്നത്. ഇതാ ടാബർനാക്കിൾ. ആദാം എന്ന ശരീരത്തിന്റെ അകത്ത് ആ ദൈവത്തിന്റെ ആത്മാവും മനുഷ്യന്റെ ആത്മാവിടെ കൂട്ടായ്മ ആചരിച്ചത്. ഭാവം വന്നപ്പോഴത്തേനും ദൈവാത്മാവിന് വസിക്കാൻ മേലാത്ത പരുവത്തിലായി. നമ്മുടെ ഉള്ളിൽ ആ കൂട്ടായ്മ നടക്കുന്നത്. ഇതിന്റെ അകത്ത് അതിവിശുദ്ധ സ്ഥലം, ഇതിന്റെ അകത്തെ അതിവിശുദ്ധ സ്ഥലമാകുന്ന എന്റെ ഇന്നർമോസ്റ്റ് സ്പിരിറ്റിന്റെ അകത്താണ് എന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും കൂട്ടായ്മ ആചരിക്കുന്നത്. നമ്മളിത് വെളിയിൽ ആലയം തപ്പി നടക്കുക, ഇതിന്റെ അകത്താ. അത് നമ്മളെ ആലയം പരിശുദ്ധമായിട്ട് അങ്ങോട്ട് കൺട്രോൾ ചെയ്തിട്ട് ഇനി ഞാൻ അങ്ങോട്ടാണ്. അപ്പം ആ വാക്ക് പൗലോസ് പറഞ്ഞൊന്നും തന്റെ വാക്കല്ല, ആത്മാവിന്റെ വാക്കാ പറഞ്ഞത്. ആത്മാവിന്റെ ഒരു വാക്കും നിങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ പറയുമ്പം ജീവിതങ്ങൾ മാറും. അതുപോലെ നമുക്ക് പല അനുഭവം ഉണ്ടായിട്ടില്ല. ചില സമയത്ത് നമ്മളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എനിക്കറിയാം എന്റെ അകത്ത് ഞാനല്ല സംസാരിക്കുന്നത്, വ്യക്തമായിട്ട് എനിക്കറിയാം. അതുപോലെ ഞാൻ പോലും ആദ്യമായിട്ട് കേൾക്കുന്ന രീതിയിൽ, അമ്പരക്കുന്ന രീതിയിൽ മറുപടി വരും. അതുപോലെ പരിശുദ്ധാത്മാവ് നമ്മളെ അങ്ങ് കയറി പൂർണ്ണ നിയന്ത്രണം എടുത്ത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ അങ്ങ് എടുക്കട്ടെ, ടേക്ക് ഓവർ ചെയ്യട്ടെ. ഞാൻ തങ്ങളോട് പറഞ്ഞൊരു കാര്യം, എന്താ, യേശു വന്നപ്പോ ബേർഡ് പുട്ട് ഓൺ ഫ്ലഷാ. ഇന്ന് പരിശുദ്ധാത്മാവ് പുട്ട് ഓൺ ഫ്ലഷാ. ഞാൻ നിങ്ങൾ ദ ഹോളി സ്പിരിറ്റ് പുട്ട് ഓൺ ഫ്ലഷ്. കിട്ടുന്നുണ്ടോ? മാംസം ധരിച്ച് ആത്മാവ് ഇറങ്ങി വന്നിരിക്കുക. ഹല്ലേലൂയ, ആമേൻ. സോ അതുകൊണ്ട് അങ്ങനെ ആ ദൈവാത്മാവിനെ വിട്ടുകൊടുത്ത ആ ദൈവാത്മാവിന് ഒരു ശരീരം വേണം, ആ അവയവങ്ങൾ വേണം ഉപയോഗിക്കാൻ. ആമേൻ. സോ അതിന് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അടിപൊളി. ആമേൻ. ആ സാക്ഷ്യങ്ങൾ ഇനിയുള്ളവർക്ക് പറയാം. ജോലി പറ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മോർണിംഗ് പ്രേയറിന് മോന്റെ ഒരു പ്രൊമോഷന്റെ ഇന്റർവ്യൂവിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ആ ഇന്റർവ്യൂ പാസ്സായി ഇന്ന് മാനേജർ പൊസിഷനിലേക്ക് കയറിയിരിക്കുകയാണ്. കർത്താവ് അത്ഭുതം ചെയ്തു. ആമേൻ. പെരുകേറി വർദ്ധിച്ചു. ആമേൻ, ആമേൻ. അടിപൊളി. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. സോറി ബ്രദറെ, കഴിഞ്ഞ ദിവസം ഒരു മോന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. മോനെ കർത്താവ് വിടിവിച്ചു. പിന്നെ കഴിഞ്ഞ ശനിയാഴ്ച കർത്താവിന്റെ കൃപയാൽ കേരള ഗസറ്റഡ് അസോസിയേഷന്റെ വനിതാ സംരംഭകരുടെ ഒരു മീറ്റിംഗ് കോതമംഗലത്തുണ്ടായിരുന്നു. അതിൽ ആലപ്പുഴ ജില്ലയെ പ്രതിനിധീകരിച്ച് കർത്താവിന്റെ കൃപയാൽ അവിടെ സംസാരിക്കാനെല്ലാം കർത്താവ് എന്നെയാണ് നിർത്തിയത്. അതിന് അതൊരു സാക്ഷ്യം. വൈകിട്ട് ആയിരുന്നു ആലപ്പുഴ ജില്ലയുടേത്. അപ്പൊ അത്രയും സമയമായതുകൊണ്ട് ആൾക്കാർക്ക് കേൾക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റപ്പോഴേ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവ് എനിക്ക് ഒരുപാടൊന്നും സംസാരിക്കണ്ട, അവിടെ നിന്ന് എന്താണോ പറയേണ്ടത് എന്റെ പരിശുദ്ധാത്മാവ് പറയണമെന്ന് പറഞ്ഞ്
2-3 വാക്യങ്ങളെ പറഞ്ഞോളൂ ബ്രദറെ. സത്യം പറഞ്ഞ അതുവരെ ആർക്കും കിട്ടാത്തൊരു കയ്യടി. കർത്താവിന് നന്ദി പറയാണ്. അതുപോലെ തന്നെ ഇറങ്ങിയപ്പോ ഓരോരുത്തരും എന്നെ വിളിച്ച് ഷെയ്ക്ക് ഹാൻഡ് തന്നു. അത് സകല മഹത്വം എന്റെ പരിശുദ്ധാത്മാവിനും കർത്താവിനും. കാരണം ഒന്നും പ്ലാൻ ചെയ്തു പോയതല്ല. എന്തായാലും കർത്താവ് അത്ഭുതം ചെയ്തു. ഓരോ വഴികൾ, ഓരോ അവസരങ്ങൾ ദൈവം തുറന്നു തരുന്നു. ദൈവത്തിന് എന്റെ നന്ദി. കർത്താവ്, ആമേൻ ആമേൻ. ഈ എലിസബത്തിന് മറിയുടെ വന്ദനസ്വരം കേട്ടപ്പോൾ പിള്ളേരത്തോട് പരിശുദ്ധാത്മാവിൽ എലിസബത്ത് പറഞ്ഞ പോലെ സൗരി അവിടെ നിന്ന് ഗുഡ് ഈവനിങ് എന്നൊക്കെ പറയുമ്പോ തന്നെ അഭിഷേകം അവിടെ നമ്മുടെ വായിക്കൂടെ പത്രോസ് പറയുന്ന പോലെ വാക്ക് തുറന്ന പോലെ അഭിഷേകം അവിടെ വ്യാപരിക്കുകയാണ്. വിശുദ്ധാത്മാവ് എല്ലാവരുടെ മേലെ അങ്ങ് വീഴും. ആമേൻ. അടിപൊളി. അപ്പൊ ആലപ്പുഴ ജില്ലയെ പ്രതിനിധീകരിച്ച് ഇനിയും കേരളത്തെയും രാജ്യത്തെയൊക്കെ പ്രതിനിധീകരിക്കാൻ കിടക്കുന്നു. ആമേൻ. കർത്താവ് ഉയർത്തി മാനിക്കട്ടെ. വിവിധ സംരംഭങ്ങളൊക്കെ വരട്ടെ. ആമേൻ. സ്തോത്രം. ഞാൻ ഇന്ന് ഇപ്പൊ കേട്ട പോലെ സോറി വേണ്ടി പുതിയ ഇതുപോലെ തന്നെ ചില ഷെയറുകൾ ആൾക്കാർ നിങ്ങളുടെ പാർട്ട്ണർ ആകാന്നൊക്കെ ചോദിച്ചുകൊണ്ട് വേറെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യണ്ട എന്ന്. കാരണം സൗര്യ കർത്താവ് ഇങ്ങനെ ഫേമസ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൗര്യ ഒരു ബ്രാൻഡ് അംബാസഡർ പോലെ അവിടെ നിന്നാ മതി. അല്ലെങ്കിൽ അത് വലുതാവും. അങ്ങനെ ഞങ്ങളെ ഷെയറുകളൊക്കെ വരട്ടെ. ഇഷ്ടമാണ്. അമേൻ. അപ്പൊ എല്ലാം പരിശുദ്ധാത്മാവിന് ചോദിച്ചു. അപ്പൊ പലത് വരും. പരിശുദ്ധാത്മാവിനോട് ചോദിച്ചിട്ട് അകത്തൊരു ലീഡിങ് ഉള്ള പോലെ ചെയ്യണം കേട്ടോ. അപ്പം അത് വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യട്ടെ. അമേൻ. വേറെ ആരോ അൺമ്യൂട്ട് ചെയ്തായിരുന്നല്ലോ. എനിക്കൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നേ. അപ്പൊ രാവിലെ ഞാൻ പോയി. അപ്പൊ രാവിലെ ട്രെയിനിൽ കയറിയപ്പോഴാണ് എന്റെ കാതിൽ ഒരു കമ്മലില്ല. ഞാൻ ശ്രദ്ധിച്ചില്ല, പക്ഷെ എന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരി ശ്രദ്ധിച്ചു, പറഞ്ഞു കാതിലൊരു കമ്മലില്ലെന്ന്. അപ്പൊ ഞാൻ എന്നാ ചെയ്യും, കമ്മലില്ല, എന്റെ കർത്താവെ കമ്മൽ. അപ്പൊ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. ബ്രദർ പറഞ്ഞു പരിശുദ്ധാത്മാവിനോട് ഇപ്പൊ തന്നെ പറഞ്ഞു. ഞാൻ എന്റെ പരിശുദ്ധാത്മാവെ എന്റെ കമ്മല് തപ്പിത്തരണേന്ന് പറഞ്ഞു. വീട്ടിലെല്ലാം നോക്കി. അപ്പൊ തന്നെ എന്റെ ബെഡില് കൊച്ചത് കമ്മലെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് വിളിച്ച. എല്ലാ മഹത്വം എന്റെ കർത്താവിന്. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ പിടികിട്ടിയോ? ഇപ്പൊ നമുക്കൊരു ശീലമായി വരുന്നുണ്ട്. ഇതിലൂടെ മാറാനുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിച്ച് പക്ഷെ ഇപ്പം ചിരിച്ച കുറഞ്ഞു വന്നു. ഇപ്പൊ ശകലം ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഉടനെ പരിശുദ്ധാത്മാവോട് പറയുന്നു. ഇനിയും ഒട്ടും ടെൻഷൻ അടിക്കാതെ പറയുന്ന ഒരു ശീലമാണല്ലോ. ശീലമായിക്കോളും. വിശ്വാസവരി ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയോ? ബ്രദറെ ഇറങ്ങിയില്ല, ചെയ്തോണ്ടിരിക്കുക. വെരി ഗുഡ്. അപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് ശീലമായി. ഇപ്പൊ എന്താണെങ്കിലും പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ഒരു ശീലമായി. ആ ശീലം വർദ്ധിച്ചു വരട്ടെ. ആമേൻ. അടിപൊളി സാക്ഷ്യം. അപ്പൊ ഇന്ന് കമ്മല് കിട്ടി, 500 രൂപ കിട്ടി. വേറെ ആരോ അതിലൂടെ അൺമ്യൂട്ട് ചെയ്തല്ലോ. ആരോ അതിലൂടെ അൺമ്യൂട്ട് ചെയ്തു. സോറി. ബ്രദറെ, കഴിഞ്ഞ ദിവസം നമ്മളെ ഷോപ്പിലെ സഹോദരി പ്രകടനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ ഈ ശനിയാഴ്ച, അതായത് ഇന്നലെ ചർച്ചിൽ വരാൻ വേണ്ടി ശനിയാഴ്ച ചെന്ന് വിളിച്ചു. അന്നേരം എല്ലാ സഹോദരി 2 വീലറിന് വരണ്ടേ, ഞാൻ പ്രഗ്നന്റ് ആയി കേട്ടോ, വരുന്നില്ല എന്ന്. അപ്പൊ പ്രകടനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവര് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. ഒന്നുകൂടെ പറഞ്ഞു. എനിക്ക് ഇടയ്ക്ക് നെറ്റ് പോയി. ഒന്നുകൂടെ പറഞ്ഞു. ആ സോറി വിളിച്ചിട്ട് തന്നെ പറഞ്ഞു. നമ്മള് കഴിഞ്ഞ ദിവസം കാല് വേദാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു സഹോദരി. ആ സഹോദരിയുടെ മാരേജ് കഴിഞ്ഞിട്ട് ഇന്നുവരെ കുട്ടികളൊന്നും ആയില്ല. അപ്പൊ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പൊ ശനിയാഴ്ച ചെന്ന് ഞാൻ വിളിച്ചു പള്ളിയിൽ പോണ കാര്യം പറഞ്ഞു. ഇല്ല സഹോദരി, 2 വീലറിന് അവിടം വരെ വരണ്ടേ, ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുവാന്ന് പറഞ്ഞു. ഓൾറെഡി എല്ലാ മഹത്വവും കർത്താവിന്. എത്ര വർഷമായിട്ടായിരുന്നു പുള്ളിക്കാരത്തി വാങ്ങി? ഒരു മാരേജ് 25 കൊല്ലം കഴിഞ്ഞു എന്നാണ്. എന്റെ കർത്താവേ, അപ്പൊ ഇത് ചെറിയ സാക്ഷിയല്ലല്ലോ. ഹല്ലേലൂയ. എന്നാ ആ സൗരി കൺസീവായി. എന്റെ കർത്താവേ, എന്തൊരു അത്ഭുത സാക്ഷ്യമാണ്. അവരുടെ കാലുവേദന മാറി. കർത്താവിന്റെ തലമുറ അത്ഭുതം ചെയ്തു. എന്റെ ഒരു ദൈവാത്മാവ് ചെയ്യുന്ന വീര്യപ്രവൃത്തികളായത്. വീര്യപ്രവൃത്തികളാണ്. എനിക്ക് ആ സാക്ഷ്യം അന്ന് വോയിസ് മെസ്സേജ് പോലെ അയച്ച പോലെ ആ സോറി കൊണ്ടൊന്നുകൂടെ ഇതൂടെ റെക്കോർഡ് ചെയ്ത് അയക്കണേ. അയക്കാം ബ്രദറെ. അതുപോലെ തന്നെ ബ്രദറെ, ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചർച്ചിൽ ഞാനൊരു ദർശനം കണ്ടായിരുന്നു. അതായത്
സിസ്റ്റർ ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ കർത്താവുമായിട്ട് സംസാരിക്കുക. ശരിക്കും ഞാൻ കർത്താവുമായിട്ട് സംസാരിക്കുക. കർത്താവിൻ വെച്ചാൽ നമ്മൾ അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പ്രകാശം. കർത്താവ് ഇങ്ങനെ ഒരു മെയിൻ റോഡിന്റെ അറ്റം തൊട്ട് നല്ലൊരു നീളത്തിൽ കാണിക്കുന്ന നല്ലൊരു ഇങ്ങനെ പിന്നെ ഓരോ ഡെക്കറേഷന്റെ ഓരോ പണിയും പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഞാനും അവിടെ ചെന്ന് ഞാൻ എന്താ ഈ പണിയെന്ന് ചോദിച്ചു. ഞാൻ വെയിറ്റ് ചെയ്യും, ഞാൻ കാണിക്കും. പിന്നെ വചനം പറഞ്ഞപ്പോ ഞാൻ ആ വചനം ഒന്ന് നോട്ട് ചെയ്ത് പിന്നെ ഞാൻ കർത്താവിന്റെ അരികത്ത് തന്നെ പിന്നെ ഇരിക്കേണ്ടി വന്നു. അപ്പൊ കർത്താവ് ഞാൻ ചോദിച്ചു, കർത്താവ് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് വെച്ചാൽ അപ്പൊ അതിങ്ങനെ ഇങ്ങനെ നീളത്തിൽ പോയിട്ട് എന്നോട് പറഞ്ഞതാ നോക്കിക്കോ ഇത്ര ഞാൻ കാണിച്ചോളൂ എന്ന് പറഞ്ഞു. വലിയൊരു ബിൽഡിങ് 2-3 നില കാണിച്ചിട്ട് ബ്ലോസം എന്ന് മാത്രം എഴുതിയിട്ടുണ്ട്, ബാക്കി എന്നെ കാണിച്ചിട്ടില്ല. എനിക്ക് ഒന്ന് വോയിസ് ആയിട്ട് അയച്ചായിരുന്നു. ഇത് ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോയോണ്ട് ക്ലിയർ അല്ല. അപ്പൊ നമുക്കത് അടുത്ത ദിവസം കേൾപ്പിക്കാവുന്നൂടെ കേട്ടോ. എനിക്കൊന്ന് വോയിസ് റെക്കോർഡ് ചെയ്യാം. ദിനുവിനോട് പറഞ്ഞായിരുന്നു. വലിയ സന്തോഷമുണ്ട്. അമേൻ. ഓക്കെ, അതൊന്ന് റെക്കോർഡ് ചെയ്തേ. ഓക്കെ ഓക്കെ. വേറെ സാക്ഷ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അമേൻ അമേൻ. ഓരോരുത്തരായിട്ട് പറയാം. സ്വത്രം. ഇത് പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടിയുള്ള ഐഡിയ അല്ല, സാക്ഷ്യങ്ങൾ പറയാനുള്ള ഐഡിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പറഞ്ഞോളൂ, ഓരോരുത്തരായിട്ട് പറയാവേ. മോളിയാൻഡി വൈക്കത്ത്. ഓക്കെ. ബ്രദറെ, പരിശുദ്ധാത്മാവ് നടത്തണ വഴി എന്ന് പറഞ്ഞാല് അത് പറയാതിരിക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവിനോട് ഇന്റിമസി ആണെങ്കിൽ പരിശുദ്ധാത്മാവ് ഓരോ ഭവനത്തിൽ ചെല്ലുമ്പോ ഇപ്പം ഞങ്ങൾക്ക് ഒന്നും അറിയില്ല, ആ ഭവനത്തെ അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ ഭവനത്തിലെ ഓരോ കാര്യങ്ങള് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് തന്നെ എല്ലാവരും കർത്താവിലേക്ക് വേഗം വരാനിടയായി. അതുകൂടാതെ ഒരു ദിവസം രാവിലെ ഞങ്ങള് രാത്രിയായി പോയി. ഒരു ഭവനത്തിൽ ഓമനാൻറ്റി ഇല്ലേ, കിഷോർ ഓമൻ, അവിടെ കയറിയിട്ട് വൈകിട്ട് ഇറങ്ങുമ്പോ ആന്റി ചേട്ടനോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടിട്ട് പറഞ്ഞ് ഷൂ കൊട്ടണം, പാമ്പുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഷൂ കൊട്ടി. അപ്പൊ പാമ്പിനെ ഒന്നും കണ്ടില്ല. പക്ഷെ അവരുടെ ആ ഇടവഴിയാണല്ലോ, ആ വഴി കൂടി ഇരുട്ടാണ്. അപ്പൊ നടക്കുമ്പോഴേക്കും പരിശുദ്ധാത്മാവ് പറഞ്ഞ് ടോർച്ച് തെളിക്കാൻ. മുമ്പില് പാമ്പ് നടക്കണേരുന്നു, മുമ്പേ പാമ്പ് പോണ വളവള അപ്പൊ അതിനെ കണ്ടപ്പം എന്ത് ചെയ്തെന്ന് വെച്ചാല് അവിടെ നിക്കാൻ പറഞ്ഞു പാമ്പിനോട്. ഇനി പോകാൻ പറ്റില്ല, നീ അവിടെ നിന്ന് അനങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഓമനാന്റിനോട് പറഞ്ഞ് ഓമനാന്റി ഒരു വടി എടുത്തോണ്ട് പോവാന്ന് പറഞ്ഞ് വടി എടുത്തോണ്ടോന്ന് വരുന്നത് വരെ ആ പാമ്പ് അവിടെ നിന്ന് കൊല്ലുന്നത് വരെ കൊന്ന് കളഞ്ഞ്. അപ്പൊ അത് കർത്താവിന്റെ ഒരു പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്നതിന്റെ ഒരു വലിയ അനുഭവമാണ്. വടി കൊണ്ടിരുന്നവരെ നിന്നു, തല്ലുന്നവരെ നിന്നു, പിന്നെ കൊല്ലുന്നവരെല്ലാം നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ ചത്ത കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പറ്റില്ല. പൊളിയാന്റെ അത്ഭുത സാക്ഷ്യം കേട്ടോ. എന്തോ അല്ലേ, ഓരോ വാക്കും ഓരോന്നും പരിശുദ്ധാത്മാവ് ഇങ്ങനെ അല്ലെ കൊച്ചു കുഞ്ഞുങ്ങളോട് പറഞ്ഞു തരുന്നല്ലേ. നമ്മള് കുഞ്ഞുങ്ങളാണല്ലോ, നമ്മള് കുഞ്ഞുങ്ങളോട് പറഞ്ഞു തരുന്നു അല്ലേ. എന്തൊരു സംഭവങ്ങളൊക്കെ. വാസ്തവത്തിൽ എത്ര എക്സൈറ്റ്മെന്റ്. ഇപ്പൊ ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോ എന്താ ഇന്ന് ദൈവാത്മാവ് ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇങ്ങനെ സർപ്രൈസ് ആ പരിശുദ്ധാത്മാവിനോട് പോകുന്നു. എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. സഹോദരം അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും നമ്മള് സർപ്രൈസ് ആകുന്ന കാണാനായിട്ട് പരിശുദ്ധാത്മാവിന് ഭയങ്കര സന്തോഷമാണ്. അതായത് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മളിങ്ങനെ പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും കൊണ്ട് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് ഒരു എക്സൈറ്റ്മെന്റ് കാണാൻ നമുക്ക് വലിയ സന്തോഷമല്ലേ എന്ന് പറഞ്ഞാൽ ദൈവാത്മാവിന് ഭയങ്കര സന്തോഷമായി. ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് അങ്ങോട്ട് നമ്മളിത് കണ്ട് സന്തോഷിക്കുന്നതാണ്. വളരെ ഹാപ്പിയാ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഓക്കെ, ഇനി ആരോ പറയണ്ടായിരുന്നു, ആരോ അൺമ്യൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. പ്രാർത്ഥനയുടെ ആരംഭത്തിൽ ഇന്ന് ഗ്യാസ് തിങ്ങി നിറഞ്ഞ് നെഞ്ചിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അനുഭവിക്കുന്ന ഒരാള് ഇതിനകത്ത് കാണുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഗ്യാസ് കയറിയിട്ടാണെങ്കിൽ നെഞ്ചിന് പൊട്ടുന്ന വേദനയോടുകൂടി നിൽക്കുകയാണ്. ഞാൻ എന്റെ യേശുവേ, എനിക്കുള്ള കാര്യമാണ് പറയുന്നത് ഏറ്റെടുത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് എന്റെ തോളിൽ എന്തോ തട്ടി ഒരു ഐസ് കയറി ഇറങ്ങുന്നത് പോലെ അങ്ങ് വന്ന് എനിക്കിപ്പോ ഞാൻ യാതൊരു കുഴപ്പവും ഇല്ല. ഭയങ്കര ബുദ്ധിമുട്ട് നിന്ന ഞാനാണ്. ഇപ്പൊ എനിക്കൊരു കുഴപ്പമില്ല. ലൈവ് സാക്ഷ്യം. ആമേൻ. ഇനി ഗ്യാസ് ഒക്കെ കയറുന്നത് ഗ്യാസ് കുറ്റിക്കകത്ത് മതി. ഗ്യാസ് കുറ്റിക്കകത്ത് മാത്രം ഇനി ഗ്യാസ് കയറിയാ മതി, വേറെ ഗ്യാസ് ഇങ്ങും കയറണ്ട. ഗ്യാസ് പെരുകേറി ഗ്യാസ് കുറ്റിക്കകത്ത് കത്തിച്ചാ മതി. അടിപൊളി സാക്ഷ്യം.
ലൈവ് സാക്ഷ്യം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ. ഇനിയുണ്ടോ ആർക്കെങ്കിലും സാക്ഷ്യം? ഞാൻ അതൊന്ന് റെഡി ആക്കണം. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. എന്തോ ഞങ്ങള് ഹോസ്പിറ്റലിൽ വന്നതാണ്. നമ്മുടെ നിഷ ടീച്ചർ യെസ് നിശ്ചിത ഇന്നലെ വിളിച്ചായിരുന്നു, എന്നെ രാത്രി ബ്ലഡ് കൊടുക്കാനായിട്ട് വന്ന ബ്ലഡ് കൊടുക്കാൻ. ഓക്കെ, ഇവിടെ സിസ്റ്ററിന്റെ നമുക്ക് പ്രാർത്ഥിക്കാം. ടീച്ചറെ ഉറപ്പായിട്ടും നിശ്ച ടീച്ചറെ കേക്കാവോ? ഓക്കെ, എങ്ങോട്ട് കാണിച്ചു സുരേഷ് ബാബുരെ? ടീച്ചറിനെ എങ്ങോട്ട് കാണിച്ചു? അതെ, ഒരു അപ്പോസ്തലനെ അവിടെ കയറിയിരിക്കുന്നത് അനേരെ വിടുവിക്കാനാണ്. പൗലൂസ് ആ കപ്പലിൽ പോയത്, പൗലൂസിന് വേറെ കപ്പലിലൊക്കെ പോകായിരുന്നല്ലോ. പൗലൂസിന് ആ കപ്പലിൽ പോയത് തന്റെ കൂടെയുള്ള 275 പേരുടെ ജീവരക്ഷയ്ക്കാണ്. ഒരുപക്ഷെ പൗലൂസ് ആ കപ്പലെ കയറിയില്ലായിരുന്നെങ്കിൽ ആ ഒറ്റ കുഞ്ഞുങ്ങളെ ജീവനോടെ കിട്ടത്തില്ല. അതുകൊണ്ട് ഒരു ശുശ്രൂഷൻ കർത്താവിന് വിലപ്പെട്ട ഒരു അപ്പോസ്തലൻ ഒരു സ്ഥലത്ത് പോകുന്ന വെറുതെയല്ല. തല ഉയർത്തി ഒന്ന് നോക്കണം. അവിടെ കുറെ പേര് രക്ഷപ്പെടാൻ കിടപ്പുണ്ട്, കുറെ പേര് സൗഖ്യമാകാൻ കിടപ്പുണ്ട് കേട്ടോ. അതൊരു ഒരു 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 ദൗത്യമായിട്ട് അവിടെ പോയിരിക്കുന്നത് കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് സ്തോത്രം. തല ഉയർത്തി അനേകരെ സൗഖ്യമാക്കാൻ വേണ്ടി നമ്മുടെ ഒരു സൗരൻ കോവിഡ് വന്ന് ചെന്നു, ഐസിയുവിന്റെ അകത്തായി. അവിടെ ചെന്നപ്പം നടന്ന അത്ഭുതം എന്നാണെന്നറിയോ? സ്തോത്രം. തന്നെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഭൂതം വിട്ടുപോയി. അവസാനം നേഴ്സുമാര് തന്നെ ഓരോ രോഗികളെ ഇദ്ദേഹത്തിന്റെ അടുക്ക കൊണ്ടുവരാൻ ആ വാർഡ് മുഴുവൻ. കർത്താവിനെ സ്നേഹിക്കുന്നവർക്കെല്ലാം അത്ഭുതത്തിന് വേണ്ടിയാണ് കുടിക്കാറ്. നമ്മുടെ രഞ്ജിത് ബേർ അവിടെ ഇവിടുത്തെ ഭൂമിയിൽ. അതുകൊണ്ട് ഓർത്തോണം സ്തോത്രം. ആരൊക്കെ അവിടെ സൗഖ്യം കിടപ്പുണ്ട്, ആരൊക്കെ വിടുതലാൻ വന്ന് കിടപ്പുണ്ട്. സ്തോത്രം. അന്മേൻ പ്രാർത്ഥിക്കാം. പിതാവേ യേശുവിന്റെ നാമത്തിൽ എല്ലാവരും ഒരു മനസ്സോടെ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഒറ്റ മനസ്സോടെ ഇഷ്ടത്തോണ്ട് കർത്താവേ, സൗഖ്യവും ആരോഗ്യവും ദൈവമക്കളുടെ അവകാശമാണ്, നിങ്ങളുടെ ജന്മാവകാശമാണ്. സൗഖ്യവും ആരോഗ്യം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമക്കൾക്ക് പൂർണ്ണ സൗഖ്യവും ആരോഗ്യവും ഞങ്ങൾ യേശുവിന്റെ നാമം. നിങ്ങള് ഡയസിസായിട്ട് പരിശുദ്ധാത്മാവിന്റെ അങ്ങയുടെ സ്വന്തം ഡയസിസ്, അങ്ങയുടെ പ്രിയ മക്കൾ, അങ്ങയുടെ ഹൃദയപ്രകാരമുള്ള അങ്ങയുടെ മക്കൾ ഒറ്റ മനസ്സോടെ ഞങ്ങൾ പ്രാർത്ഥിക്കും. പൂർണ്ണ സൗഖ്യവും ആരോഗ്യം തന്നെ യേശുവിന്റെ നാമത്തിൽ ശരീരത്തിലെ എല്ലാ സിസ്റ്റങ്ങളും നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യും യേശുവിന്റെ നാമത്തിൽ. അപ്പോൾ തന്നെ കർത്താവേ, പ്രിയമകൾ അവിടെ ചെന്നെങ്കിൽ അവിടെ ഒരു ദൗത്യം ഉണ്ടല്ലോ. അവിടെ അനേകർ വിടുതലാകാൻ, അനേകർ സൗഖ്യമാകാനുണ്ട്, അനേകർ കർത്താവിനെ സ്വീകരിക്കാനുണ്ട്. സ്തോത്രം. അനേകരും നിത്യജീവന്റെ മൊഴികൾ കേൾക്കാനുണ്ട്. നിത്യതയിൽ ജീവന അവകാശികളായിട്ടുള്ളവർ അവിടെ ഉണ്ട്. യേശുവിന്റെ നാമം അത്ഭുതകരമായിട്ടുള്ള ശുശ്രൂഷകൾ അവിടെ വിളിക്കണം. രോഗസൗഖ്യങ്ങൾ നടക്കണം, ഭൂതങ്ങൾ വിട്ടുപോകണം, അത്ഭുതങ്ങൾ നടക്കണം. നമ്മുടെ വായിലൂടെ ഇന്ന് കേട്ടതുപോലെ പത്രോസ് വാക്ക് വന്നപ്പോൾ കേട്ടവരുടെ മേൽ ആത്മാവ് വന്നതുപോലെ, മറിയയുടെ വന്ദനത്തിന് മേൽ ആത്മാവ് വന്നതുപോലെ ദാവീദ് പറഞ്ഞ വാക്കിന് മേൽ ദൈവാത്മാവിന്റെ ചലനം ഉണ്ടാകട്ടെ. യേശു അത്ഭുതം ചെയ്തിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമം. ആമേൻ, ആമേൻ, ആമേൻ. അപ്പൊ ഒരു അംബാസിഡറും ജോസിമാരും ഒക്കെ ഉണ്ട് ഇവിടെ. ഞാൻ കണ്ടു അൽബാനെ കണ്ടു, കണ്ടു. ഒരു അംബാസിഡറിനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് ഇല്ല, കാണാൻ പറ്റത്തില്ല. അപ്പം അപ്പോയിന്റ്മെന്റ്, അദ്ദേഹത്തിന്റെ പ്രോഗ്രാം എല്ലാം ഷെഡ്യൂൾഡാണ്. നമ്മൾ സ്വർഗത്തിന്റെ അംബാസിഡേഴ്സാ. നമ്മുടെ പ്രോഗ്രാം ഷെഡ്യൂൾഡാണ്. നമ്മൾ ആരൊക്കെ ഞാൻ പറയും, ഇന്ന് രാവിലെ ഞാൻ ടെമ്പിളോട് യേശു പറയാം, എന്റെ പിതാവ് അനുവദിക്കാതെ ആർക്കും എന്റെ അടുക്ക വരാനൊക്കെ. അപ്പം പരിശുദ്ധാത്മാവിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കാതെ ആർക്കും നമ്മുടെ അടുക്കൽ എത്താൻ ഒക്കത്തില്ല. ആർക്കും അങ്ങനെ പെട്ടെന്ന് ഇടിച്ചു കയറി അതുപോലെ ദൈവാത്മാവിന്റെ ഓതറൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അടുക്കൽ ആള് വരത്തുള്ളൂ. അപ്പം അതുപോലത്തെ വിലപ്പെട്ടവരാ ഞാനും നിങ്ങളും. അപ്പം സ്തോത്രം. അവിടെ നിത്യജീവൻ പ്രാപിക്കാനുള്ള ആരൊക്കെയോ ആ ഹോസ്പിറ്റലുണ്ട് കേട്ടോ. അതിനു വേണ്ടിയിട്ടാ, ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ടാ. ഹല്ലേലൂയ. മാസ് ഹീലിംഗ് ഒക്കെ നടന്ന ആശുപത്രിയിലുള്ള എല്ലാ രോഗികളും സൗഖ്യമായി. ഹല്ലേലൂയ. പൂർണ്ണ അവിടെ മുഴുവൻ ആത്മാക്കളെയും ഒക്കെ ആയിട്ടാവും. എന്നിട്ട് അപ്പോസ്തലന്മാരൊക്കെ അവിടെ പോയിരിക്കുന്നുണ്ടല്ലേ. ഹല്ലേലൂയ. അപ്പൊ അതിന് ഞാനും നിങ്ങളും നമുക്കുള്ളവരല്ലേ, നമ്മളെ കർത്താവ് വിലയ്ക്ക് വാങ്ങി അല്ലേ.
ഞാൻ ഇനി എനിക്കുള്ള ആളല്ലല്ലോ. യേശു രക്തം കൊടുത്ത് എന്റെ ശരീരം വാങ്ങിച്ചെങ്കിൽ യേശുവിന്റെ അല്ലേ. പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നത് കർത്താവിന്റെ ദൗത്യത്തിന് വേണ്ടിയാണ്. നമ്മുടെ ശരീരം നമ്മുടേതാണോ? ദൈവത്തിന്റെ ദാനമായി നിങ്ങൾ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ തന്താങ്ങൾക്കുള്ളവരല്ല. എന്റെ ശരീരം കർത്താവ് വിലയ്ക്ക് വാങ്ങിയെങ്കിൽ ഇതിനെവിടെയും കർത്താവല്ലേ. ആ ശരീരത്തിൽ എന്ത് സംഭവിച്ചാൽ അത് കർത്താവ് നോക്കിക്കോളും. എന്നെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യാന്നുള്ളത് സ്വത്ര. അതുകൊണ്ട് അവിടെ ചെന്ന് ആത്മാക്കളെ നേടുക, ഒരു വലിയ കൊയ്ത്തുമായിട്ട് വരിക. സ്വത്ര അടുത്ത സാക്ഷ്യം പറയണത് ഇതിന്റെ ഹോസ്പിറ്റലിലുള്ള രോഗികളെല്ലാം സൗഖ്യമായിരിക്കാണ്. സ്വത്രം മീഡിയ ചാനലുകാരൊക്കെ വന്ന് വിളിക്കണം. അതായത് ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ ഒരു അത്ഭുതം നടന്നിരിക്കുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് ഇവിടുത്തെ രോഗികളെല്ലാം ഡിസ്ചാർജ് ആയിരിക്കുന്നു. ഇവിടെ പത്രക്കാർ വന്ന് എന്ത് സംഭവിച്ചു. ഉടനെ അവർ ഇവിടെ ഒരു ദൈവവൈതൽ വന്നു, ഒരു ശുശ്രൂഷ ഇവിടെ വന്നു. സ്വത്രം പ്രാർത്ഥിച്ചു. ഹോസ്പിറ്റലിൽ മുഴുവൻ ഒരുമിച്ച് കാലിയായിരിക്കുന്നു. വാർത്ത ചൂട് വാർത്ത. പരിശുദ്ധാത്മാവിന്റെ സ്വന്തം ഡയോസിസിൽ അത് നടക്കാൻ പോവാന്നേ. 500 രൂപ തരാവുന്ന ദൈവാത്മാവിന്, കമ്മല് തപ്പിത്തടാവുന്ന ദൈവാത്മാവിന് സ്വജന ചെയ്യാൻ മേലെ. സ്തോത്രം. ഹല്ലേലൂയ. ചെയ്യാം. ആമേൻ. അതുകൊണ്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനിയും സാക്ഷികൾ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഉണ്ടോ? ഉണ്ട് ബ്രദറെ, ഉണ്ട്. ലൈല സിസ്റ്റർ ബർത്ത്ഡേ. ലൈലേശ്വരിയുടെ ഫോട്ടോ കൊടുത്തില്ലേ ചോദിച്ചു ബ്രദറെ? അതിനെ കൊടുക്കാഞ്ഞേ? ചോദിച്ചപ്പോഴേ വീഡിയോ കൂടെ ഓഫ് ചെയ്ത് കളഞ്ഞോ? ചോദിച്ചപ്പോഴേ മുങ്ങിയോ? ഓക്കെ. ലൈലേശ്വരിയുടെ ബർത്ത്ഡേ ആണ്. അതുപോലെ തന്നെ സാലിസിന്റെ ബർത്ത്ഡേ. ജോളി പേരെ പറഞ്ഞില്ലല്ലോ. അടിപൊളിയായിരുന്നു. സിസ്റ്റർ എന്തേ? സാലിശ്വരി എന്തേ? ഇവിടെയുണ്ട്. ആണോ? വീഡിയോ വേറെ വെളിയിലാണോ? വീഡിയോ ഓണാക്കാൻ പറ്റുമെങ്കിൽ സിസ്റ്റർ വേണ്ട. ബർത്ത്ഡേ വിഷൊക്കെ ഞങ്ങൾ പറയട്ടെ. ബ്ലോസം ഫ്ലെയിംസിലെ ഒരു അപ്പോസ്തലൻ അല്ലേ നമുക്ക്? ഓക്കെ, വന്നോട്ടെ, കുഴപ്പമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ആ സമയത്ത് സ്തോത്രം. അൽബറെ, ആര്യൻ മോന്റെ ബർത്ത്ഡേ ആണ്. ലൈല സൗരിയുടെ ബർത്ത്ഡേ ആണ് കടുത്തുരുത്തിലെ. ആരാ പ്രാർത്ഥിക്കുന്നേ? ജോസഫ് സാറേ. പിതാവേ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ കുടുംബമായ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ ധാരാളമായ കൃപയും കരുണയും കർത്താവിയുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പുതുവർഷം അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും വർഷമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ, 5 അപ്പത്തെ വർദ്ധിപ്പിച്ചതുപോലെ, അല്പം എണ്ണയെ വർദ്ധിപ്പിച്ചതുപോലെ, അല്പം മാവിനെ വർദ്ധിപ്പിച്ചതുപോലെ ഒരു വർധനവിന്റെ അഭിഷേകത്തെ കർത്താവിയുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ വിളിച്ചു വരുത്താണ്. കർത്താവെ, ഈ വർഷം അനേകർക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ഇവരുടെ ജീവിതത്തിൽ നന്മയും കരുണയും പെരുകിയേറി വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയവും ഭൗതികവും എല്ലാ മേഖല യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. സോ ലൈല സിസ്റ്റർ, അരിമോനെ ഹാപ്പി ബർത്ത്ഡേ. സ്തോത്രം. സാലി സിസ്റ്റർ എന്ത് വന്നോ? സിസ്റ്റർ തിരക്കാൻ ശരീരം കേൾക്കുന്നുണ്ട്. വിനോദ, ഞാന് അടൂർ വരെ പോകാൻ പോകും. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. സൂത്രം. അപ്പം ഞങ്ങൾ കണ്ടില്ലേലും എല്ലാരും ഒന്ന് കൈവീശി ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, സൂത്രം. എന്ത് ചെയ്തു? നമ്മുടെ ജോയിച്ചമ്പ്രാർ വന്നോ?
സോറി ഹാപ്പി ബർത്ത്ഡേ. സ്തോത്രം. സ്തോത്രം. ഞങ്ങളുടെയൊക്കെ ബർത്ത്ഡേക്ക് സോറി ഞാൻ ലിനുവിന്റെ ബർത്ത്ഡേക്ക് നമ്മുടെ സോറി കേക്ക് ഉണ്ടാക്കി ഒരു അടിപൊളി സൂപ്പർ കേക്ക് വന്നു. പിന്നെ ഇപ്പൊ ലൈലസോറിയുടെ ബർത്ത്ഡേക്ക് സൗരി തന്നെ കേക്ക് ഉണ്ടാക്കി സൗരി തന്നെ കഴിക്കണമെന്ന് തോന്നുന്നു. അല്ല ജോയിച്ചമ്പ്ര ഉണ്ടാക്കിക്കോളാന്ന് കൈപൊക്കിയിട്ടുണ്ട്. ഓക്കെ ശരി. ഓക്കെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ സോറി ഞാൻ രാവിലെ ഇട്ട് കണ്ടായിരുന്നോ? കണ്ടു ബ്രദറെ, കണ്ടു. ഇന്ന് ബ്രസീൽ, ഇന്നലെ ഒരു രാജ്യം ഉണ്ടാക്കി. ഓക്കെ സ്തോത്രം. നമുക്ക് ബ്രസീലിൽ ഇന്ന് ബ്രസീലിലാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എനിക്കുള്ള ദാവീദിന്റെ നാമത്തിൽ ഞങ്ങൾ ചേർന്ന് ഈ ലോകത്തിന്റെ ഉള്ള ശരീരത്തിൽ ജീവനോടിരിക്കുന്ന 800 കോടിയിലും ജനത്തിന് വേണ്ടി മുഴുവൻ പ്രാർത്ഥിക്കുന്നു. ദാവീദ് സ്തോത്രം. ലോകത്തിലുള്ള സകല അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവത്താലല്ലാതെ ഒരു അധികാരമില്ല. ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ആ ലോകത്തിൽ എല്ലാ രാജ്യങ്ങളും സമാധാനവും സ്വസ്ഥതയുണ്ടാകും. പരിശുദ്ധാത്മാവിനായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ സ്തോത്രം സങ്കീർണമായിരിക്കുന്ന സ്തോത്രം അതിർത്തികൾക്ക് വേണ്ടി അതുപോലുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. അവിടെയെല്ലാം സ്വസ്ഥത ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, വലിയൊരു ശാന്തി ലോകമെമ്പും ഉണ്ടാകട്ടെ. അതിനായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം. ഞങ്ങൾ അപ്പോൾ തന്നെ ലോകത്തുള്ള സകല സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദിവാസന്മാരെ ഉണർവ് ചലനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് കർത്താവേ. ശേഷാൽ കർത്താവെ ഞങ്ങള് ബ്രസീലിന് വേണ്ടി പ്രാർത്ഥിക്കാം. ബ്രസീലിന്റെ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ദൈവമേ ആഫ്രിക്കയിൽ അവിടുന്ന് ചെയ്യുന്ന വലിയ ദൈവപ്രവൃത്തികളൊക്കെ ഞങ്ങൾ ഓർത്ത് നന്ദി പറയാം. ഞാൻ ബോംഗയിലൂടെ അവിടുത്തെ ചെയ്ത ദൈവപ്രവൃത്തികൾക്കായി നന്ദി പറയുന്നു. അപ്പോൾ തന്നെ കർത്താവെ സ്വർഗീയ ആഫ്രിക്കയുടെ വലിയ ഉണർവ് വേണ്ടി ഉപയോഗിക്കുന്ന നിങ്ങളുടെ വാക്തത്തിനായിട്ട് സ്തോത്രം ചെയ്യുക. കർത്താവെ അവിടുത്തെ ഭരണകർത്താക്കളെ ബ്രസീലിന്റെ ഭരണകർത്താക്കളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവിടുത്തെ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ അവരുടെ ആവശ്യങ്ങളെ അങ്ങ് അറിയുന്നല്ലോ കർത്താവെ. സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യമായിട്ട് മാറും പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള ഉണർവ് ചലനങ്ങളെ അനുഗ്രഹിക്കുന്നു. ദൈവാസന്മാരെ സഭകളെല്ലാം ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ അടിയങ്ങൾ ഓരോരുത്തരെയും ഉണർവിന് വേണ്ടി കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്ന വലിയ ഉപയോഗിക്കായി സ്തോത്രം. നന്മകളാൽ നിറയ്ക്കണം യേശു കർത്താവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. 7:30 കഴിഞ്ഞ് നമുക്ക് പാസ്റ്റേഴ്സ് അവിടെ ഒന്ന് മറ്റേ ലിങ്കിൽ കയറാവേ. ഇന്നലത്തെ മീറ്റിങ്ങിനെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒരു വാക്ക് പറയാനായിട്ട്. സ്തോത്രം. ആകയാൽ പിതാവായ ദൈവത്തിന്റെ സ്നേഹം കൃപയും പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വാത്സല്യവും വ്യക്തിപരമായ കൂട്ടായ്മയും നാം ഓരോരുത്തരോടും കർത്താവിൽ നമ്മളെ വഴി നടത്തുന്ന നമ്മുടെ ദൈവാസ്മാരോടും കർത്താവിന്റെ പട്ടണമാകുന്ന യെരൂശലേമിന്റെ സമാധാനം ഇസ്രായേൽ ജനതയോടും സകല രാജ്യങ്ങളോടും പ്രത്യേകിച്ച് നമ്മുടെ മാതൃരാജ്യമാകുന്ന ഇന്ത്യയോടും കൂടി എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു കർത്താവ് ജയോത്സവത്തിൽ നമ്മളെ വഴി നടത്തുന്ന പെരുകേറി വർദ്ധിപ്പിക്കുന്ന പിതാവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റുവാനായ യേശു ആത്മാവിലല്ല ഉയർത്തെഴുന്നേറ്റത്, ശരീരത്തിൽ തന്നെയാണ് ഉയർത്തെഴുന്നേറ്റത്. ആ ഒരു തീരുമാനം മാത്രം ഓർത്ത് അൺലിമിറ്റഡ് ആയിട്ട് നിൽക്കുന്ന സർവശക്തനായ ദൈവം, സർവവ്യാപി, ഒരു ശരീരത്തിന്റെ അകത്ത് ചുരുങ്ങാൻ തയ്യാറായെങ്കിൽ, എനിക്ക് വേണ്ടി എന്നോട് സംസാരിക്കാൻ എൻ്റെ ഭാഷയിൽ എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചുരുങ്ങാൻ തയ്യാറായെങ്കിൽ എന്നോടുള്ള സ്നേഹം എന്തായിരിക്കും? അത്രയും വലിയ സ്നേഹം മനസ്സിലായാൽ എൻ്റെ ഉള്ളിൽ എല്ലാം ഭാരവും മാറിപ്പോകും, വിചാരങ്ങൾ മാറിപ്പോകും. വാട്ട് എ മാസ്റ്റർ പ്ലാൻ ഓഫ് ഗോഡ്. ഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസവും പെരുകേറി വർദ്ധിക്കുന്ന അത്ഭുത പരിശുദ്ധാത്മാവിനോട് കൂടെ നമ്മുടെ പ്രിയ റോണക് പറയുന്ന പോലെ ഒരു യാത്ര. സ്വത്രം. സോറി, ഇന്ന് ജോലിക്ക് പോകുന്നുണ്ടോ? ഡ്യൂട്ടിക്ക് പോകുന്നുണ്ടോ? അവധിയാണോ? അപ്പൊ പരിശുദ്ധാത്മാവിനോട് കൂടെ ഒരു ഡ്യൂട്ടി യാത്ര. രാവിലെ വണ്ടിയായിട്ട് പരിശുദ്ധാത്മാവിന്റെ കൂടെ യാത്ര. എല്ലാവരും അമേൻ. അനുഗ്രഹിക്കട്ടെ. ഓക്കെ. അവസ്ഥയിലുള്ള അപ്പോസ്തലന്മാര് നിങ്ങൾ അതിലെല്ലാം കയറി ഒന്ന് നടന്ന് ആ വാടിക്കൂടെ ഒക്കെ നടക്കുക. നിഴലടിച്ച് രോഗികളൊക്കെ സൗഖ്യമാണ്. സ്വതന്ത്രം. അതിൽ കയറി ഇറങ്ങി നടക്കുക. അനുഗ്രഹിക്കട്ടെ. ഓക്കെ. അപ്പം നമുക്ക് 7:30 കഴിയുമ്പം നമുക്ക് വീണ്ടും ബസ്സസ് ഒന്ന് കയറണേ. ഓക്കെ. നമ്മുടെ അശോമ്രാനെ കണ്ടില്ല. ഓക്കെ.